പ്രാർത്ഥിച്ചാരംഭിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമാകുന്ന ഈ അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യക മർത്തമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കർത്താവിൽ പ്രിയരെ, നെഹമ്യ അവന്റെ പുസ്തകം നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ 8 അധ്യായങ്ങളാണല്ലോ പഠിക്കുവാനായിട്ട് പരിശ്രമിച്ചത്. ഇന്ന് 9 മുതൽ 13 വരെയുള്ള അധ്യായങ്ങൾ പഠിക്കുവാനായിട്ട് പരിശ്രമിക്കുകയാണ്. 8-ാം അധ്യായം അവസാനിച്ചത് എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ. എസ്ര എന്ന പുരോഹിതന്റെ സാന്നിധ്യം കൂടെ ഈ നെഹമ്യാവിൽ നമ്മൾ കാണാനായിട്ടിടയായി തീരുകയാണ്. എസ്ര ഇതിനകത്ത് വരികയും നെഹമ്യാവിന്റെ ആഹ്വാനപ്രകാരമായിരിക്കാം എസ്രായും കൂടെ കടന്നു വന്ന് ദേവാലയ നിർമ്മാണം, അതുപോലെ മതിലിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചതിന് ശേഷം, അതായത് ബാഹ്യമായ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചതിന് ശേഷം ആന്തരികമായ തകർച്ചകളെല്ലാം പണിതുയർത്താൻ വേണ്ടി ഇവർ രണ്ടുപേരും പരിശ്രമിക്കുന്നതിനെ പറ്റിയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത്. അതായത് മോശയുടെ ന്യായപ്രമാണം കൊണ്ടുവന്ന് എസ്ര ദീർഘദർശി അത് വായിക്കുകയും അതിനോട് അനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഇടത്തും വലത്തും കുറച്ച് ആളുകളെ നിർത്തി അതിന്റെ വ്യാഖ്യാനങ്ങൾ ജനത്തിന് നൽകുകയും ചെയ്യുന്നതിനെ പറ്റിയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കാണുവാനായിട്ട് ഇടയായി തീർന്നത്. അങ്ങനെ ന്യായപ്രമാണം കേട്ട ജനം, അവർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നാണ് 9-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുക. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ, ദൈവത്തിന്റെ അനുശാസനങ്ങൾ ഒരു വ്യക്തി കേൾക്കാൻ തക്കവണ്ണം കാതുകൾ തുറന്ന് ഹൃദയം സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില സാധ്യതകളെ പറ്റിയാണ് 9-ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നത്. 9-ാം അധ്യായം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: എന്നാൽ ഈ മാസം 24-ാം തീയതി ഇസ്രായേൽ മക്കൾ ഉപവസിച്ചും രട്ടുടുത്തും തലയിൽ പൂഴി വാരിയിട്ടും കൊണ്ട് കൂടി വന്നു. 2-ാമത്തെ വാക്യം: ഇസ്രായേൽ സന്തതിയായവർ സകല അന്യജാതിക്കാരിൽ നിന്നും വേർതിരിഞ്ഞ് നിന്ന് തങ്ങളുടെ പാപങ്ങളെയും തങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങളെയും ഏറ്റുപറഞ്ഞു. അപ്പൊ ഏതാണ് ദൈവവചനം കേട്ട ഒരു ജനസമൂഹത്തിന് സംഭവിച്ച കാര്യമാണ് 9-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അത്രമേൽ വചനം കേൾക്കുന്ന വ്യക്തികളുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ തക്കവണ്ണം ഈ പുസ്തകത്തിന് കഴിയുമെന്ന് ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. ഇന്നും ഈ കാലഘട്ടത്തിലും ഈ പുസ്തകത്തിന്റെ ഈ പ്രസക്തിക്ക് അല്പം പോലും കോട്ടം വന്നിട്ടില്ല. എവിടെ ശക്തമായ രീതിയിൽ വചന ശുശ്രൂഷ നടക്കുന്നുണ്ടോ അവിടെ മാനസാന്തരത്തിന്റെയും അതുപോലെ തന്നെ അനുതാപത്തിന്റെയും ദൈവ അന്വേഷണത്തിന്റെയും ഒക്കെ അവസ്ഥകളിലേക്ക് ജനം തിരിഞ്ഞു പോകുന്നത് കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. എൻ്റെ 2-ാമത്തെ വാക്യം ആർക്കെങ്കിലും ഒന്ന് വായിക്കാമോ? 2-ാമത്തെ വാക്യം ഒന്നുകൂടെ. 9-ാം അധ്യായം 2-ാമത്തെ വാക്യം. ഇസ്രായേൽ സന്തതിയായവർ സകല അന്യജാതിക്കാരിൽ നിന്നും വേർതിരിഞ്ഞു നിന്നു. തങ്ങളുടെ പാപങ്ങളെയും തങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങളെയും ഏറ്റുപറഞ്ഞു. പിന്നെ ഇവര് അനുദപിച്ച് ചാരത്തിൽ ഇരുന്ന് ഉപവാസമെടുത്ത് ഇവര് ചെയ്ത പ്രവൃത്തിയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അവരവരുടെ പാപത്തിന് ഒരു പ്രായശ്ചിത്തം ആദ്യം ചെയ്യുക. അന്യജാതി സ്ത്രീകളുമായി സമ്പർക്കമുണ്ടായിരുന്നവർ അത് നിർത്തി. അതിനുശേഷം അവരവരുടെ പാപങ്ങളെയും അവരുടെ പിതാക്കന്മാരുടെ പാപങ്ങളെയും ദൈവസന്നദ്ധിയിൽ ഏറ്റുപറയുകയാണ്. ദൈവം ഇത് ആഗ്രഹിക്കുന്നുണ്ടോ?
ദൈവം ഇങ്ങനെ ഒരു പ്രവൃത്തി നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അതായത് നമ്മൾ നമ്മുടെ പാപങ്ങൾ, നമ്മുടെ കുടുംബത്തിലെ, നമ്മുടെ പൂർവികരുടെ പാപങ്ങളൊക്കെ ദൈവസന്നിധിയിൽ ഏറ്റുപറയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ? അതിനൊത്തിരി വചനങ്ങൾ നമുക്ക് വേദപുസ്തകത്തിൽ തന്നെ കണ്ടെത്താനായിട്ട് സാധിക്കും. ദൈവം അത് ആഗ്രഹിക്കുന്നു എന്നുള്ളതിന്. അതിന് ഒരു ഉദാഹരണം ഹോശേയ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 1-2 വാക്യങ്ങളൊന്ന് വായിക്കാമോ? ഹോശേയ 14-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ഹോശേയ 14-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ഇസ്രായേലിൽ നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങി ചെല്ലുക. നിന്റെ അകൃത്യ നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത്. നിങ്ങൾ അനുതാപവാക്യങ്ങളോടുകൂടെ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവനോട് സകല അകൃത്യത്തെയും ക്ഷമിച്ചു ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ എന്ന് ഞങ്ങൾ ഞങ്ങളുടെ അധരാർപ്പണമായ കാളകളെ അർപ്പിക്കും. അതായത് ഹോശേയ പ്രവാചകൻ പഴയ നിയമത്തിലെ സ്നേഹത്തിന്റെ പ്രവാചകനാണ്. സ്നേഹത്തെപ്പറ്റി, ദൈവസ്നേഹത്തെപ്പറ്റി കൂടുതലായി ഇസ്രായേൽ ജനത്തോട് സംവദിച്ച പ്രവാചകനാണ് ഹോശേയ പ്രവാചകൻ. അദ്ദേഹത്തിന്റെ പ്രവചനത്തിന്റെ അവസാന ഭാഗം, അവസാനത്തെ അധ്യായത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്: ഇസ്രായേലെ, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങി ചെല്ലുക. നിന്റെ അകൃത്യം നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത്. അപ്പൊ മനുഷ്യന്റെ വീഴ്ചയുടെ കാരണം എന്താണ്? അവന്റെ അകൃത്യങ്ങളാണ്. തകർച്ചകളുടെ കാരണം അവന്റെ അകൃത്യങ്ങളാണ്. അതിനുശേഷം പറയുകയാണ്, നിങ്ങൾ അനുതാപവാക്യങ്ങളോട് കൂടെ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവനോട് സകല അകൃത്യത്തെയും ക്ഷമിച്ച് ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ എന്ന് അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാനുള്ള ആഹ്വാനം നൽകുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവം ഇത് ആഗ്രഹിക്കുന്നുണ്ട്. ദൈവസന്നിധിയിലേക്ക് മടങ്ങി ചെല്ലണമെന്നും അതോടൊപ്പം തന്നെ അവന്റെ പാപങ്ങളും കുറവുകളും ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ദൈവത്തോട് നിരപ്പാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോ യേശു ഇത് ശക്തമായി ഇത് നമുക്ക് ഒരു ഉപമയിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട്. യേശുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ ആദ്യത്തെ വചനം ആർക്കെങ്കിലും പറയാമോ? യേശു ആദ്യമായി പരസ്യ ശുശ്രൂഷ ആരംഭിച്ചപ്പോ ആദ്യമായിട്ട് വിളിച്ചു പറഞ്ഞ ഒരു വാക്യമുണ്ട്, പറയാമോ? സുവിശേഷത്തിന്റെ ഒക്കെ ആരംഭത്തിൽ കിടക്കുന്നതാണ്. ആർക്കെങ്കിലും പറയാമോ? അതെ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുകയിൽ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യേശുവിന്റെ ആദ്യത്തെ ആഹ്വാനം തന്നെ അനുതാപത്തിലേക്കും പശ്ചാത്താപത്തിലേക്കും മടങ്ങി മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവീൻ എന്നാണ് യേശു ആദ്യമായി തന്റെ പരസ്യ ശുശ്രൂഷയുടെ ആദ്യത്തെ വചനം അതായിരുന്നു. പ്രിയപ്പെട്ടവരെ, പിന്നീട് മൊത്തം നമ്മൾ പഠിച്ചാൽ മാനസാന്തരത്തിലേക്ക് മനുഷ്യനെ നയിക്കാനുള്ള ആഹ്വാനത്തിന്റെ അതിന്റെ ആഴങ്ങളിലേക്കാണ് യേശു പിന്നെ ഈ ജനത്തെ മുഴുവനും നയിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ മതി, യേശുവിന്റെ കൂടെ ഏറ്റവും കൂടുതലായിട്ട് യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നത് ശിഷ്യന്മാരും അതിന്റെ കൂടെ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. ആരാന്നറിയാമോ? അതിന്റെ പേരിൽ യേശുവിന് ഒത്തിരി തവണ നിന്ദനങ്ങളും പഴികളും ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ആരാന്നറിയാമോ? ശിഷ്യന്മാരെ കൂടാതെ യേശുവിന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നവർ സ്ത്രീകൾ എന്നല്ല, ചുങ്കക്കാരും പാപികളും. അങ്ങനെയാണ് ചുങ്കക്കാരും പാപികളും വേശ്യാസ്ത്രീകളും യേശുവിന്റെ ചുറ്റും എപ്പോഴും തടിച്ചുകൂടിക്കൊണ്ടിരുന്നു. കാരണം എന്താന്ന് ചോദിച്ചാൽ, അവര് ഈ ചുങ്കം പിരിവും, അന്യായമായ ചുങ്കം പിരിവും, വ്യഭിചാരം എന്ന ആ തിന്മയും അതുപോലെ പാപത്തിന്റെ വഴികളും യേശുവിന്റെ വാക്ക് കേട്ട് ഉപേക്ഷിച്ച് യേശുവിന്റെ പിന്നാലെ അനുഗമിച്ച ഒരു ജനമായിരുന്നു. അതുകൊണ്ട് പരീശന്മാര് യേശുവിനോട് പലപ്പോഴും കയർക്കുന്നുണ്ട്. നിന്റെ കൂടെ ആയിരിക്കുന്നവര് ആരാണെന്ന് നിനക്ക് അറിയാമോ എന്നൊക്കെ ചോദിച്ച് യേശുവിനോട് അവര് കയർക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ശീമോൻ എന്ന ഒരു മനുഷ്യന്റെ വീട്ടിൽ ചെന്നപ്പോ ശീമോൻ ഉള്ളിൽ ചിന്തിക്കുന്നുണ്ട്, യേശുവിന്റെ കാലുകൾ കണ്ണുനീര് കൊണ്ട് കഴുകി അവളുടെ തലമുടി കൊണ്ട് തുവർത്തിയ സ്ത്രീയെ പറ്റി ശീമോൻ ഹൃദയത്തിൽ ചിന്തിക്കുകയാണ്, ഇവനൊരു പ്രവാചകനായിരുന്നെങ്കിൽ സത്യമായും തന്റെ കാൽക്കലിരിക്കുന്ന ഈ സ്ത്രീ ആരാണെന്ന് മനസ്സിലാക്കാനായിട്ട് ഇവന് കഴിഞ്ഞേനെ. അപ്പോ യേശു ശീമോനെ ശാസിക്കുന്നുണ്ട്.
ഇവളുടെ സകല പാപങ്ങളും ക്ഷമിച്ചുവെന്ന് യേശു ആ സമയത്ത് പ്രഖ്യാപിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. മുടിയനായ പുത്രന്റെ ഉപമയിലൂടെ യേശു എന്താണ് വരച്ചു കാട്ടുന്നത്? ഇത് തന്നെയല്ലേ? എല്ലാം നഷ്ടപ്പെടുത്തി, എല്ലാം കളഞ്ഞു കുടിച്ച് അവസാനം ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത അവസ്ഥയിൽ അപ്പനെ ഓർക്കണമെന്നും സ്വർഗത്തിലേക്ക് നോക്കണമെന്നും തിരിച്ചു വരണമെന്നും, തിരിച്ചു വന്നാൽ നിന്റെ പാപങ്ങളോ നിന്റെ അഴുക്കുകളോ നിന്റെ മാലിന്യങ്ങളോ പരിഗണിക്കാതെ നിന്നെ ചേർത്ത് പിടിച്ച് കയ്യിലെ മുദ്രമോതിരം ഊരി തന്ന് പുതിയ വസ്ത്രങ്ങൾ ധരിപ്പിച്ച് താടിയും മുടിയും അങ്ങനെയുള്ള പ്രാകൃത രൂപങ്ങളെല്ലാം മാറ്റി നിന്നെ പഴയ അവസ്ഥയിൽ ആക്കി തീർക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും പാപത്തിന്റെ വഴികളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിരാശപ്പെടാതിരിക്കുക. കാരണം തിരിച്ചു ചെന്നാൽ ഇരു കൈയിൽ നീട്ടി സ്വീകരിക്കുന്ന സ്നേഹനിധിയായ ഒരു പിതാവുണ്ട് നമുക്ക്, യേശു. അതുകൊണ്ട് ആ യേശുവിലേക്ക് മടങ്ങി വരാൻ നമുക്കും ഒരു പ്രചോദനമായി ഈ ഭാഗം തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആദ്യമേ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം പിന്നെ അവർ തങ്ങളുടെ നിലയിൽ തന്നെ എഴുന്നേറ്റ് നിന്ന്, അന്ന് 3-ാമത്തെ വാക്യമാണ്, അന്ന് ഒരു യാമത്തോളം തങ്ങളുടെ ദൈവമായ യഹോവയുടെ ന്യായപ്രമാണ പുസ്തകം വായിച്ച് കേൾക്കുകയും പിന്നെ ഒരു യാമത്തോളം പാപങ്ങളെ ഏറ്റുപറഞ്ഞ തങ്ങളുടെ ദൈവമായ യഹോവയെ നമസ്കരിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവർ, ഇത് രണ്ടും പരസ്പര ബന്ധം ഉള്ളതാണ്. അതായത് പാപം ഏറ്റുപറയണമെങ്കിൽ പാപം എന്താണെന്നറിയണം. പാപം എന്താണെന്നറിയാത്ത ആളുകൾക്ക് എങ്ങനെ പാപം ഏറ്റുപറയാനായിട്ട് പറ്റുക? ഇന്ന് ഞാൻ കുമ്പസാര കൂദാശ നടത്തുന്ന ഒരു വൈദികനാണ്. എനിക്കറിയാം, ഇന്ന് 100 പേര് കുമ്പസാരിക്കാൻ വന്നാൽ അതിൽ 1-2 വിരൽ എണ്ണാവുന്ന ആളുകൾ മാത്രമേ സത്യം കുമ്പസാരം നടത്താറുള്ളൂ. അവരുടെ ജീവിതം പരിശോധിച്ചാൽ അവര് വേദപുസ്തകം നന്നായിട്ട് വായിക്കുന്നവരാണെന്ന്, അല്ലെങ്കിൽ വചനം നന്നായിട്ട് കേൾക്കുന്നവരാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇങ്ങനെയാണ്, അന്ന് ഒരു യാമത്തോളം തങ്ങളുടെ ദൈവമായ യഹോവയുടെ ന്യായപ്രമാണ പുസ്തകം വായിച്ച് കേൾക്കുകയും, അതായത് ആദ്യത്തെ ഒരു ഭാഗം, ഒരു യാമം 3 മണിക്കൂർ എന്നാണ് വേദപണ്ഡിതന്മാർ എഴുതി വെച്ചിരിക്കുന്നത്. 6 മണിക്കൂറാണ് ഇവരിത് നടത്തുന്നത്. അതിൽ 3 മണിക്കൂർ അവര് ന്യായപ്രമാണം, ദൈവത്തിന്റെ വചനങ്ങൾ ആവർത്തിച്ച് വായിച്ചു കേട്ടു. അങ്ങനെ കേട്ടപ്പോഴാണ് ഇവരുടെ പാപമെന്ന്, ദൈവം എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞോ അതെല്ലാം ജീവിതത്തിലുണ്ടോ എന്ന് പരിശോധിക്കാനായിട്ട് അവർക്ക് സാധിച്ചു. അതിനുശേഷം പിന്നെ പറയുകയാണ്, അടുത്ത യാമം, അടുത്ത 3 മണിക്കൂർ ഇവരവരുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ ആയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പഴയ നിയമ ഇസ്രായേൽ ജനത്തിന് പാപങ്ങൾ അവർക്ക് വ്യക്തിപരമായി ദൈവത്തോട് നേരിട്ട് ഏറ്റുപറഞ്ഞാൽ മോചനം ലഭിക്കുമായിരുന്നു. എന്നാൽ പുതിയ നിയമ ഇസ്രായേലിന്, അതായത് നമുക്ക്, ഈ ഒരു ക്രമീകരണമാണോ ദൈവം തന്നിരിക്കുന്നത്? ആർക്കെങ്കിലും ഒന്ന് പറയാമോ? പള്ളി വന്നു പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ പരിഹരിക്കപ്പെടുമോ? നിങ്ങളുടെ ഒരു അഭിപ്രായം പറയാമോ? അനുതാപം വേണം. അനുതാപം വേണം. അനുതാപത്തോടു കൂടെ വന്ന് പള്ളിയിൽ വന്ന് പാപം ഏറ്റുപറഞ്ഞാൽ മോചിക്കപ്പെടുമോ? ാണെങ്കിലോ ഒരു പ്രാർത്ഥനാ റൂമിലാണെങ്കിലോ കുംഭസാരം എന്ന ഒരു കൂദാശ സഭയിൽ കർത്താവ് സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു വൈദികന്റെ മുമ്പാകെ വന്ന് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് വൈദികൻ പാപമോചന പ്രാർത്ഥന നടത്തിയാൽ മാത്രമേ പാപങ്ങൾ മോചിക്കപ്പെടുകയുള്ളൂ. എന്നാൽ പഴയ നിയമത്തിൽ അങ്ങനെ ആയിരുന്നില്ല. പ്രത്യേകിച്ച് യോർദാനിൽ മാമോദീസ ഏൽക്കാൻ വന്ന യോഹന്നാന്റെ അടുക്കൽ മാമോദീസ സ്വീകരിക്കാനായിട്ട് കടന്നു വന്ന ജനം ആദ്യം എന്താ ചെയ്തേ? അവരാദ്യം അവരുടെ പാപങ്ങൾ യോർദാന്റെ കരയിൽ നിന്ന് അവർ കണ്ണുനീരോടുകൂടെ നിലവിളിച്ച് ഏറ്റുപറഞ്ഞതിന് ശേഷമാണ് യോഹന്നാന്റെ മുമ്പാകെ ചെന്ന് മാനസാന്തരത്തിന്റെ മാമോദീസ സ്വീകരിച്ചത്. പഴയ നിയമ രീതി അങ്ങനെയായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവ് ആ രീതിക്ക് ഒരു വ്യത്യാസം വരുത്തി. കാരണം യേശു ഒരിക്കൽ
ഒരു പക്ഷപാതക്കാരൻ രോഗിയെ സുഖപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്: മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു, നീ നിന്റെ കിടക്കയെടുത്ത് നിന്റെ വീട്ടിലേക്ക് പോവുക. അവനോട് പറഞ്ഞത്, മകനെ, നിന്റെ രോഗം സുഖപ്പെടുത്തി എന്നല്ല, മകനെ, നിന്റെ പാപം മോചിച്ചു തന്നിരിക്കുന്നു, അതുകൊണ്ട് നീ നിന്റെ കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോവുക. അപ്പൊ യേശുവിനാണ് പാപം മോചിക്കാനുള്ള അധികാരം ഉള്ളത്. ഈ അധികാരം യേശു ആർക്കെങ്കിലും കൈമാറുന്നുണ്ടോ? ഈ അധികാരം ആർക്കെങ്കിലും കൈമാറുന്നുണ്ടോ? സ്ലീഹന്മാർക്ക് കൊടുത്തു അധികാരം. കൊടുക്കുന്നുണ്ടോ? എവിടെയാണ് അത്? വായിച്ചിട്ടുണ്ടോ? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം എന്നെടുത്ത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20:23. മൈക്ക് മ്യൂട്ട് ചെയ്ത് വെക്കണേ. ഞാൻ പറയുമ്പോൾ മാത്രം മൈക്ക് ഓൺ ചെയ്താൽ മതി. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 23-ാമത്തെ വാക്യം ഒന്ന് വായിക്കണേ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. മതി. അതായത് പാപം മോചിക്കാൻ ദൈവത്തിനല്ലാതെ മറ്റാർക്കും അധികാരമില്ല. എന്നാൽ പഴയ നിയമത്തിൽ പഴയ നിയമ പൗരോഹിത്യത്തിനും പുതിയ നിയമ പൗരോഹിത്യത്തിനുമുള്ള ഏറ്റവും വലിയൊരു വ്യത്യാസം എന്ന് പറയുന്നത്, പഴയ നിയമ പൗരോഹിത്യത്തിന് പാപത്തിന് വേണ്ടി ബലി അർപ്പിക്കുക എന്നല്ലാതെ പാപം മോചിക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നില്ല. എന്നാൽ പുതിയ നിയമ പൗരോഹിത്യത്തിന് സ്ലീഹന്മാരിലൂടെ വന്ന ശ്ലൈഹിക പാരമ്പര്യമുള്ള അപ്പോസ്തോലിക സഭയിലെ വൈദികർക്ക് അല്ലെങ്കിൽ മേൽപ്പെട്ടക്കാർക്ക് ദൈവം കൊടുത്ത അധികാരമാണ്. അതാണ് ഇപ്പൊ വായിച്ചു കേട്ടത്. നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവ നിർത്തപ്പെടും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പുതിയ നിയമത്തിലേക്ക് ആയിരിക്കുന്ന നമ്മള് പാപം ചെയ്തു എന്ന് ബോധ്യം വന്നാൽ, ഈ വേദപുസ്തകം വായിക്കുമ്പോൾ ഞാൻ ഇത് ചെയ്തത് തെറ്റാണെന്നൊരു ബോധ്യം വന്നാൽ, പള്ളിയിൽ വന്ന് അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ റൂമിലിരുന്ന് ഏറ്റു പറഞ്ഞാൽ പാപമോചനം കിട്ടില്ല. അനുദപിക്കുന്നതുകൊണ്ട് ഒരുപക്ഷെ ദൈവത്തിന്റെ കരുണ കിട്ടുമായിരിക്കും. പക്ഷെ പാപമോചനം കിട്ടണമോ, പാപം മോചിക്കാൻ ദൈവം അധികാരം കൊടുത്ത വ്യക്തിയുടെ അടുക്കൽ വരണം. അതിനുവേണ്ടിയാണ് കുമ്പസാര കൂദാശ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി പാപം പറഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നതെന്ന് യെശയ്യാവ് 59 ഒന്ന് എടുക്കാമോ? യെശയ്യാവ് പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം 1ഉം 2ഉം വാക്യങ്ങളൊന്ന് വായിക്കാമോ? യെശയ്യാവ് 59 1ഉം 2ഉം വാക്യങ്ങൾ. യെശയ്യാവ് 59 1ഉം 2ഉം വാക്യങ്ങൾ. യെശയ്യാവ് കിട്ടിയില്ലേ? അവന്റെ ചെവി മൗനമായിട്ടുമില്ല, നിങ്ങളുടെ അകൃത്യങ്ങൾ എത്ര, ആദ്യം മുതൽ വായിച്ചേ. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യങ്ങൾ എത്ര, നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ എത്ര, അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. നിങ്ങളുടെ കൈകൾ. മതി വെച്ചു. പ്രിയപ്പെട്ടവരെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59 1ഉം 2ഉം വാക്യങ്ങളാണ് നിങ്ങൾ വായിച്ചു കേട്ടത്. ഇവിടെ ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്: രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം കർത്താവിന്റെ കൈ കുറുകിപ്പോയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. അതായത് ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിവില്ലാതായിട്ടില്ല. പിന്നെ എന്താണ് ദൈവം പ്രവർത്തിക്കാത്തതെന്ന് ചോദിക്കുകയാണ്. പലപ്പോഴും നമ്മൾ ചോദിക്കരുത്, ദൈവം എന്താണ് എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത്, എൻ്റെ തകർച്ച മാറിപ്പോകാത്തത് എന്താണ്, ദൈവമേ എൻ്റെ മക്കൾ എന്താ നന്നായി വരാത്തത്, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് എന്താ നന്നാവാത്തത്, അല്ലെങ്കിൽ എൻ്റെ ജോലിയിൽ എനിക്ക് എന്താ ശോഭിക്കാൻ പറ്റാത്തത്, എൻ്റെ പഠനത്തിൽ, എൻ്റെ മറ്റുള്ള കാര്യങ്ങളിലെല്ലാം എന്താ ഞാനിങ്ങനെ ഒറ്റപ്പെടലും തകർച്ചയും അനുഭവിക്കുവാൻ ഇടയായി തീരുന്നത്? അതിനുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ് 2ാമത്തെ വാക്യം. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. ഒന്ന് നമ്മൾ മനസ്സിലാക്കണം, പാപമുള്ള വ്യക്തിയാണോ
ദൈവവുമായിട്ട് ഭിന്നതയുള്ള വ്യക്തിയായി അയാൾ മാറ്റപ്പെടും. അതിനുശേഷം പറയുകയാണ്, നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. അപ്പൊ ദൈവത്തിന്റെ മുഖം, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ, ദൈവത്തിന്റെ കൃപകൾ നമ്മുടെ ഭവനത്തിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക്, നമ്മുടെ തലമുറകളിലേക്ക് ഒഴുകി ഇറങ്ങാതിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ പാപ ജീവിതമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ എന്ത് ചെയ്യണം? ഈ ജനം ചെയ്തതുപോലെ അനുതാപവാക്യങ്ങളോടുകൂടെ പശ്ചാത്താപത്തോടെ വാവിട്ട് കരഞ്ഞ് ദൈവസന്നിധിയിൽ പാപങ്ങൾ, പുതിയ നിയമസഭയിലായിരിക്കുന്ന നമ്മൾ വൈദികന്റെ മുമ്പാകെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപമോചന പ്രാർത്ഥനയിലൂടെ ആ പാപമോചനം സ്വീകരിച്ചു കഴിയുമ്പോൾ ഈ ദൈവബന്ധം, നഷ്ടപ്പെട്ട ഈ ബന്ധം വീണ്ടും പുനഃസ്ഥാപിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഈ ജനം, ഇവിടെ ഇത് കാണുന്നുണ്ട്, ഇവരുടെ ഈ ആന്തരികമായ തകർച്ചകളെല്ലാം മാറ്റപ്പെടുമ്പോഴാണ് ഈ ജനം അനുഗ്രഹിക്കപ്പെടുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുംഭസാരം എന്ന കൂദാശ നിസ്സാരമായിട്ട് ഈ കാലഘട്ടത്തിൽ പരിഗണിക്കപ്പെടുന്നുണ്ട്. അതിനെ പലപ്പോഴും പൊതുയോഗത്തിൽ ഇരിക്കാൻ വേണ്ടി ഒരു 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 നേർച്ച കഴിക്കുന്ന രീതിയിൽ വന്ന് നടത്തി പോകുന്നവരുണ്ട്. പിന്നെ അച്ഛൻ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് ആണ്ടിലൊരിക്കലും വന്ന് എന്തെങ്കിലുമൊക്കെ നുണ പറഞ്ഞു, പിച്ചി നുള്ളി എന്നൊക്കെ പറഞ്ഞ് എണീറ്റ് പോകുന്നവരുണ്ട്. എന്നാൽ കുറച്ച് വ്യക്തികളെങ്കിലും ആത്മാർത്ഥമായി യേശുവിനെ മുന്നിൽ കണ്ട് അവരുടെ ജീവിതത്തിൽ ആദിയോടന്തം വന്ന, രാവും പകലും വന്നുപോയ പാപങ്ങൾ കണ്ണുനീരോടുകൂടെ ഏറ്റുപറഞ്ഞ് പോകുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചെയ്യുന്ന കുടുംബങ്ങൾ, വ്യക്തികൾ അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്. ഈ ബോധ്യം ലഭിച്ചത് കൊണ്ട് ഞാൻ എപ്പോ പാപം ചെയ്തു എന്ന് എനിക്ക് ബോധ്യം വന്നാൽ ഞാൻ പോയി കുമ്പസാരിക്കും. അതായത് മാസത്തിൽ ഒരു തവണയെങ്കിലും കുമ്പസാരിക്കാൻ ഞാൻ എൻ്റെ വ്യക്തി ജീവിതത്തെ പരമാവധി പരിശ്രമിപ്പിക്കാറുണ്ട്. അതിന്റെ കാരണം, പാപം ഉണ്ടോ, ദൈവകൃപ പൗരോഹിത്യം സ്വീകരിച്ചിരിക്കുന്ന എന്നിലേക്ക് ഇറങ്ങില്ല. പാപം ഉപേക്ഷിക്കുമ്പോഴേ ഈ കൃപ ഇറങ്ങി വരികയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തകർച്ചകളിലൂടെ കടന്നു പോവുകയാണോ? മറ്റൊന്നും പോകണ്ട. നിങ്ങൾ പലപ്പോഴും ഒരു തകർച്ചയും വലിയൊരു ബുദ്ധിമുട്ടൊക്കെ വന്നാൽ സാധാരണ നമ്മൾ കുറച്ചു കാലം പ്രാർത്ഥിക്കും. അതിനുശേഷം പിന്നെ എന്ത് ചെയ്യും? പിന്നെ കണിയാനെയും പിന്നെ അതുപോലെയുള്ള മന്ത്രവാദികളെയും ഒക്കെ കാണാനും അവിടെ പോയി ഈ പാപത്തിന്റെ മേൽ വലിയ പാപങ്ങൾ വരുത്തി വെച്ച് വീണ്ടും ദൈവകോപം സമ്പാദിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറ്റപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, സത്യകുമ്പസാരം നടത്തിയവരുടെ മേൽ ദൈവത്തിന്റെ ഇടപെടലുകൾ നടക്കുന്നത്. എൻ്റെ അടുത്ത് ഒരു യവനക്കാരി വന്ന് കുമ്പസാരിച്ചു. അവക്കൊരു ഒരു പ്രയാസം കൂടി ഉണ്ടായിരുന്നു ജീവിതത്തിൽ. അതായത് ഒരു മൂത്ത കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് 10-12 വയസ്സായി. രണ്ടാമതൊരു കുഞ്ഞ് ഉണ്ടാകുന്നില്ല. അപ്പൊ അത് ഒരു ദുഃഖമാണ്. രണ്ടാമതും മൂന്നാമതൊക്കെ കുഞ്ഞുങ്ങൾ ഉണ്ടാവണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഉണ്ടാവുന്നില്ല. അപ്പൊ ഇവക്ക് ഞാന് ഒരിക്കലും ഒരു വചന ശുശ്രൂഷ നടത്തിയപ്പോൾ അവളെ ഒരു വചനം സ്ട്രൈക്ക് ചെയ്തു. ഞാൻ 10 കൽപ്പനകളെ പറ്റിയായിരുന്നു അന്ന് പ്രസംഗിച്ചത്. അപ്പൊ അതിൽ ഒരു കൽപ്പന ലംഘിച്ചതായിട്ട് പരിശുദ്ധാത്മാവ് ഇവളുടെ ഉള്ളിൽ ബോധ്യം കൊടുത്ത് അവൾ അന്ന് വന്ന് കുമ്പസാരിച്ചു. അവൾ വന്ന് ആ പാപം ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ചു. അതിനുശേഷം 2 മാസം കഴിഞ്ഞപ്പോ അവൾ എന്നെ വിളിച്ചു പറഞ്ഞു, അച്ഛൻ ഞാനിപ്പോ പ്രഗ്നന്റ് ആണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പാപം ഉണ്ടോ, ദൈവത്തിന്റെ പ്രവർത്തികൾ, അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ഇറങ്ങില്ല. അതുകൊണ്ട് സത്യ അനുതാപത്തോടുകൂടെ കുമ്പസാരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണമേ. ഈ ജനം ഇതാ അനുതാപവാക്യങ്ങളോടും കണ്ണുനീരോടും ഉപവാസത്തോടും കൂടെ ദൈവസന്നദ്ധിയിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഒരു പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമാണ് നെഹമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 9-ാം അധ്യായം മുഴുവനും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. പിന്നീട് 5 മുതലുള്ള വാക്യങ്ങൾ, അത് പിന്നെ അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യം വരെ ഈ ജനം എല്ലാവരും കൂടെ ഒരുമനപ്പെട്ട് അവര് ഒരു വലിയൊരു പ്രാർത്ഥന നടത്തുന്നതാണ്. പ്രാർത്ഥനയും അതിന്റെ കൂടെ തന്നെ അവരുടെ അകൃത്യങ്ങൾ ഏറ്റുപറയുന്നതുമാണ് പിന്നീട് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് വലിയൊരു ഇതായതുകൊണ്ട് ഞാൻ അതിനെ ചുരുക്കി 5 ഭാഗങ്ങളായിട്ട് പറയുകയാണ്. 1-ാമത്തെ ഭാഗം 5-ാം വാക്യം എടുക്കാമോ? 5-ാം വാക്യത്തിന്റെ ഒരു ബി പാർട്ട്. നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങളുടെ ദൈവമായ യഹോവയെ
എന്നേക്കും വാഴ്ത്തുവീൻ. സകല പ്രശംസയ്ക്കും സ്തുതിക്കും മീതെ ഉയർന്നിരിക്കുന്ന നിന്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അങ്ങനെയാണ് ആദ്യം ആരംഭിക്കുന്നത്. അതായത് ദൈവത്തെ സ്തുതിക്കാനുള്ള ആഹ്വാനമാണ് ഈ പ്രാർത്ഥനയുടെ പ്രാരംഭം. സർവശക്തനായ ദൈവത്തെ, അത്യുന്നതനായ ദൈവത്തെ, സകല പ്രപഞ്ചത്തിന്റെയും സൃഷ്ടാവായിരിക്കുന്നവനെ സ്തുതിക്കുവേൻ, അവനെ ആരാധിക്കുവേൻ എന്നുള്ള ആഹ്വാനമാണ് ആദ്യം ലഭിക്കുന്നത്. അതിനുശേഷം അഞ്ചാമത്തെ വാക്യം അത് ദൈവത്തെ സ്തുതിക്കാനുള്ള ആഹ്വാനമാണ്. 6 വാക്യം മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ടാണ്. 6 വാക്യം മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. അതിനകത്ത് 7 വാക്യം ഒന്ന് എടുക്കാമോ? 6 വാക്യവും 7 വാക്യം ഒന്ന് വായിക്കാമോ? 6ഉം 7ഉം വാക്യം. നീ മാത്രം യഹോവയാകുന്നു. നീ ആകാശത്തെയും സ്വർഗാദി സ്വർഗത്തെയും അവയിലെ സകല സൈന്യത്തെയും ഭൂമിയെയും അതിലുള്ള സകലത്തെയും സമുദ്രങ്ങളെയും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കി. നീ അവയെ ഒക്കെയും രക്ഷിക്കുന്നു. ആകാശത്തിലെ സൈന്യം നിന്നെ നമസ്കരിക്കുന്നു. അബ്രഹാമിനെ തിരഞ്ഞെടുത്ത് അവനെ കൽദയപട്ടണമായ ഊരിൽ നിന്ന് കൊണ്ടുവന്നു അവന് അബ്രഹാം എന്ന് പേരിട്ട ദൈവമായ യഹോവ നീ തന്നെ. നീ അതായത് ഈ ഭാഗം, ഈ സെക്കൻഡ് പാർട്ടിൽ, അതായത് 6 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ദൈവത്തിന്റെ ഇടപെടലുകളെ പറ്റി ഇവര് അനുസ്മരിക്കുകയാണ്. അതായത് അബ്രഹാമിനെ തെരഞ്ഞെടുത്തത് മുതലാണ് ഇവരുടെ ചരിത്രം ആരംഭിക്കുന്നത്. അബ്രഹാമിന്റെ സന്തതികളാണ്. അപ്പൊ അത് മുതല് പിന്നീട് അങ്ങോട്ട് താഴത്തേക്ക് വായിക്കുമ്പോൾ മോശയുടെ പേര് പറയുന്നില്ലെങ്കിലും മരുഭൂമിയുടെ അനുഭവങ്ങളെ പറ്റി പറയുന്നുണ്ട്, ചെങ്കടൽ വിഭാഗിച്ചതിനെ പറ്റി പറയുന്നുണ്ട്, പാറയിൽ നിന്ന് വെള്ളം ലഭിച്ചതിനെ പറ്റി പറയുന്നുണ്ട്, പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിതൂണുമായി ഇസ്രായേൽ ജനത്തെ നയിച്ച ദൈവത്തെ പറ്റി പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് അതിനെപ്പറ്റിയാണ് ഈ 31 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഇടപെട്ടതിനെ പറ്റി ഇവർ അനുസ്മരിക്കുകയാണ്. അതൊരു പ്രാർത്ഥനയുടെ രൂപത്തിൽ ചൊല്ലുകയാണെന്ന് മാത്രം. പിന്നീട് 3-ാമത്തെ പാർട്ട് 32-ാമത്തെ വാക്യം, ആ വാക്യം ഒന്ന് വായിക്കാമോ? ആകയാൽ ദൈവമേ, നിയമവും കൃപയും പാലിക്കുന്നവനായി വലിയവനും ബലവാനും ഭയങ്കരനുമായ ഞങ്ങളുടെ ദൈവമേ, അശ്ശൂർ രാജാക്കന്മാരുടെ കാലം മുതൽ ഇന്ന് വരെ ഞങ്ങൾക്കും ഞങ്ങളുടെ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും പ്രവാചകന്മാർക്കും ഞങ്ങളുടെ പിതാക്കന്മാർക്കും നിന്റെ സർവ്വജനത്തിനും നേരിട്ട കഷ്ടങ്ങളൊക്കെയും നിനക്ക് ലഘുവായി തോന്നരുതേ. അതെ, അതായത് ഇവരുടെ പ്രാർത്ഥന ഒരു സമാപനത്തോടുകൂടെ അവസാനിപ്പിക്കുകയാണ്. അതായത് 5 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ ഇവരുടെ വലിയൊരു പ്രാർത്ഥനയാണ്. അതിൽ തന്നെ 3 ഭാഗം കണ്ടു. ആദ്യത്തേത് നമ്മുടെ ദൈവത്തെ സ്തുതിക്കാനുള്ള ആഹ്വാനം, 5-ാമത്തെ വാക്യം. പിന്നീട് 6 മുതൽ 31 വരെയുള്ള ഭാഗത്ത് ഇസ്രായേലിൽ ദൈവം പ്രവർത്തിച്ച കാര്യങ്ങളെല്ലാം അനുസ്മരിച്ച് അവസാനം ഒരു സമാപനത്തോടുകൂടെ ഇത് അവസാനിപ്പിക്കുകയാണ്, പ്രാർത്ഥന അവസാനിപ്പിക്കുകയാണ്. പിന്നീട് 33 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ ഇവരുടെ പാപങ്ങളും അകൃത്യങ്ങളും ഏറ്റുപറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് 36-ാമത്തെ വാക്യം, അതിന്റെ ഒരു 5-ാമത്തെ പാർട്ടാണ്. ജനങ്ങളുടെ സങ്കടങ്ങൾ അവര് ഉണർത്തിക്കുക. 36ഉം 37ഉം വാക്യം ഒന്ന് വായിക്കാമോ? 36ഉം 37ഉം. ഇതാ ഞങ്ങൾ ഇന്ന് ദാസന്മാർ, നീ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് ഫലവും ഗുണവും അനുഭവിക്കുവാൻ കൊടുത്ത ഈ ദേശത്ത് തന്നെ ഇതാ ഞങ്ങൾ ദാസന്മാരായിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം നീ ഞങ്ങളുടെ മേലാക്കിയിരിക്കുന്ന രാജാക്കന്മാർക്ക് അത് വളരെ അനുഭവം കൊടുക്കുന്നു. അവർ തങ്ങൾക്ക് ബോധിച്ചതുപോലെ ഞങ്ങളുടെ ദേഹത്തിന്മേലും ഞങ്ങളുടെ കന്നുകാലികളിന്മേലും അധികാരം നടത്തുന്നു. ഞങ്ങൾ വലിയ കഷ്ടത്തിലുമായിരിക്കുന്നു. ഇതൊക്കെയും ഓർത്ത് ഞങ്ങൾ സ്ഥിരമായ ഒരു നിയമം ചെയ്ത്. അത് മതി ആന്റി. അവരവരുടെ സങ്കടങ്ങൾ, പാപം ഏറ്റു പറഞ്ഞു. പിന്നീട് ഈ പാപത്തിന്റെ അനന്തരഫലമായി വന്ന തകർച്ചകളെ ഓർത്ത് ഹൃദയം നുറങ്ങി അവരുടെ സങ്കടങ്ങൾ ദൈവസന്നിധിയിൽ ഉണർത്തിക്കുക. ഞങ്ങളുടെ ദേഹത്തിന്മേലും ഞങ്ങളുടെ കന്നുകാലികളുടെ മേലും ഇതാ ശത്രുക്കൾ അധികാരം നടത്തുന്നു എന്ന് പറഞ്ഞ് ഇവര് ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കുകയാണ്. അതിന്റെ അവസാനത്തെ വാക്യം, 38-ാമത്തെ വാക്യം, ഇതൊക്കെയും ഓർത്ത് ഞങ്ങൾ സ്ഥിരമായൊരു നിയമം ചെയ്ത് എഴുതുന്നു.
ഞങ്ങളുടെ പ്രഭുക്കന്മാരും ലേവ്യരും പുരോഹിതന്മാരും അതിന് മുദ്രയിടുന്നു. അപ്പൊ അതിനുശേഷം ഇവര് ദൈവസന്നിധിയിൽ ഒരു ഉടമ്പടി തയ്യാറാക്കുകയാണ്. അതായത് ദൈവം 10 കൽപ്പന കൊടുത്ത് ഇസ്രായേൽ ജനത്തോട് ഉടമ്പടി ഉണ്ടാക്കി. ആ ജനം അത് ലംഘിച്ചു. ഇപ്പൊ ഇവിടെ ഇതാ എസ്ര, നെഹമ്യാവ് അവരുടെ നേതൃത്വത്തിൽ അവര് തന്നെ ഒരു ഉടമ്പടി ഉണ്ടാക്കിയാണ് ദൈവത്തോട്. ദൈവം 10 കൽപ്പനകൾ തന്ന് ഇതെല്ലാം പാലിക്കണം എന്ന് പറഞ്ഞു, അത് തെറ്റിച്ചു. അതിനുശേഷം ഇവര് ഒരു ഉടമ്പടി സ്വന്തം എഴുതുകയാണ്. ആ ഉടമ്പടിയിൽ ഇവര് ഇതെല്ലാം ചെയ്യാം എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ട് അതിൽ എല്ലാവരും ചേർന്ന് പുരോഹിതന്മാരും ലേവ്യരും സാധാരണ ജനവും എല്ലാം ചേർന്ന് അതിനകത്ത് ഒപ്പുവെച്ച് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതിനെ പറ്റിയാണ് പിന്നീട് 10-ാം അധ്യായത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. 10-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം, മുദ്രയിട്ടവർ ആരെല്ലാം എന്നാൽ എന്ന് പറഞ്ഞാണ് ആരംഭിക്കുന്നത്. ആ പേരുകളൊന്നും വായിക്കുന്നില്ല. 2-ാമത്തെ വാക്യം മുതൽ 9-ാമത്തെ വാക്യം വരെ, 9-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം ഒന്ന് വായിക്കാമോ? 8-ന്റെ അവസാനം. അസന്യാവിന്റെ മകനായ യേശുവെയും അതല്ല 8-ാം വാക്യം. ഇവർ പുരോഹിതന്മാർ, പിന്നെ ലേവ്യർ. ഇവർ പുരോഹിതന്മാർ. അപ്പോ ഈ 2 മുതൽ 8 വരെയുള്ള ആ പേര് പറയപ്പെടുന്നവർ പുരോഹിതന്മാരാണ്. ആദ്യം ഒപ്പുവെച്ചത് ഈ പുരോഹിതന്മാരാണ്. അതിനുശേഷം പിന്നീട് 9-ാമത്തെ വാക്യം ആരംഭിക്കുന്നത് 9 മുതൽ 13 വരെയുള്ള ഭാഗത്ത് എഴുതി വെച്ചിരിക്കുന്നത് ചില ലേവ്യരുടെ പേരുകളാണ്. ലേവ്യർ എന്ന് പറഞ്ഞാൽ അറിയാം, ദേവാലയത്തിൽ ശുശ്രൂഷിക്കുന്നവരാണ്. അപ്പോൾ ലേവ്യരാണ് പിന്നീട് ഒപ്പുവെക്കുന്നത്. അതിനുശേഷം 14 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ ആ ജനത്തിൽപ്പെട്ട മറ്റ് പുരോഹിതന്മാരും ലേവ്യരും സാധാരണ ജനവുമെല്ലാം ഒപ്പുവെക്കുന്നതിനെ പറ്റിയാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. പിന്നീട് ഈ ഉടമ്പടി എന്താണെന്ന് പിന്നീട് അതിന്റെ താഴത്തേക്ക് അവര് തന്നെ എഴുതി വെച്ചതിന്റെ ഒരു പ്രഖ്യാപനം ഇവിടെ നടത്തുന്നുണ്ട്. 30-ാമത്തെ വാക്യം മുതൽ വായിക്കാമോ? എന്താണ് ഉടമ്പടി എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പുത്രിമാരെ ദേശത്തെ ജാതികൾക്ക് കൊടുക്കുകയോ ഞങ്ങളുടെ പുത്രന്മാർക്ക് അവരുടെ പുത്രിമാരെ എടുക്കുകയോ ചെയ്യുകയില്ലെന്നും. ഒന്നാമത്തെ അവരുടെ നിയമം എന്താ എഴുതി വെച്ചിരിക്കുന്നത്? ഇനി അന്യജാതിക്കാരുമായി അവരെ സ്നേഹിക്കും, അവരെ കരുതും, അവരുമായിട്ട് സമ്പർക്കമൊക്കെ ഉണ്ട്. പക്ഷെ എന്ത് ഇല്ല, ദൈവത്തെ വിട്ട് അന്യദൈവ ആരാധനയിലേക്ക് പോവില്ല. അതോടനുബന്ധിച്ച് അന്യദൈവ ആരാധന നടത്തുന്നവരുടെ സന്തതികളെ ഭാര്യമാരായി സ്വീകരിക്കില്ല, അവർക്ക് മക്കളെ വിട്ടുകൊടുക്കില്ല എന്ന് തീരുമാനം എടുക്കുകയാണ്. പിന്നീട് 2-ാമത്തത്, ദേശത്തെ ജാതികൾ ശബത്ത് നാളിൽ ചരക്കോ യാതൊരു ഭക്ഷണ സാധനമോ വിൽക്കുവാൻ കൊണ്ടുവന്നാൽ ഞങ്ങളത് ശബത്ത് നാളിലും വിശുദ്ധ ദിവസത്തിലും അവരോട് വാങ്ങിക്കയില്ല എന്നും 7-ാം ആണ്ടിലെ വിമോചന മതി. 2-ാമത്തെ ഉടമ്പടി അവര് തന്നെ എഴുതി ഉണ്ടാക്കുകയാണ്. ഇതെല്ലാം 10 കൽപ്പനകൾ വരുന്നതാണ്. അപ്പൊ ഇവര് സ്വന്തം കൈപ്പടയിൽ എഴുതിയിട്ടാണ് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നത്. 1, അന്യദൈവ ആരാധന നടത്തില്ല. 2, ഇവര് തീരുമാനം എടുക്കുകയാണ്, ഇനി ശബ്ബത്ത് ദിവസം വിശുദ്ധമായി ഞങ്ങൾ ആചരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ പഴയ നിയമം പഠിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം, ഇസ്രായേൽ ജനം അടിമത്വത്തിലേക്ക് പോയതിന്റെ പ്രധാനപ്പെട്ട കാരണം, പ്രത്യേകിച്ച് ബാബിലോണിന്റെ അടിമത്വത്തിലേക്ക് പോയതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ജനം ശബ്ബത്ത് ലംഘിച്ചു എന്നുള്ള കാരണമാണ്. ഇത് എസ്രായുടെ പുസ്തകത്തിൽ നമ്മൾ കണ്ടതാണ്, നെഹമ്യാവിൽ നമ്മളത് കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ശാബത്ത് ലംഘനമാണ് ഇവരെ 70 വർഷം ബാബിലോണിന്റെ അടിമത്വത്തിൽ ആക്കിയത്. അതായത് ആദ്യ കാലഘട്ടത്തിൽ ഇവര് ശാബത്ത് അനുസരിച്ചു, എന്നാൽ പിന്നീടുള്ള 500 വർഷങ്ങൾ ശാബത്ത് ഇവര് ചിന്തിക്കുകയോ അതിനെപ്പറ്റി ഓർക്കുകയോ ചെയ്തില്ല. അതായത് ശാബത്ത് എന്ന് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളും ഇവർക്ക് ശാബത്താണ്, അന്ന് ജോലിയൊന്നും ചെയ്യാൻ പാടില്ല. അതിന്റെ കൂടെ തന്നെ 6 വർഷം കഴിഞ്ഞ് വരുന്ന 7-ാം വർഷം, ആ 7-ാം വർഷം ഇവരുടെ നിലത്ത് കൃഷി ചെയ്യരുതെന്ന് ദൈവത്തിന്റെ കൽപ്പനയുണ്ട്. 7-ാം ദിവസം ശാബത്ത് ആചരിക്കുന്നത് പോലെ തന്നെ 7-ാം വർഷവും ശാബത്ത് ആചരിക്കണമെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ 7-ാം ദിവസം ആചരിക്കാനായിട്ട് ഇവര് പരിശ്രമിച്ചു. പക്ഷെ 7-ാം വർഷം ഒന്നോ രണ്ടോ ടേം മാത്രമേ ഇവര് ആചരിച്ചുള്ളൂ. പിന്നീട് പണത്തോടുള്ള ആർത്തി കൊണ്ടും ഇവര് എന്ത് ചെയ്തു, 7-ാം വർഷവും കൃഷി ചെയ്യാനായിട്ട് ആരംഭിച്ചു.
അങ്ങനെ 70 വർഷമായപ്പോഴാണ് ബാബിലോണിന്റെ അടിമത്വത്തിലേക്ക്, അതായത് 7 വർഷങ്ങൾ വെച്ച് കൂട്ടിയാൽ മതി, 7 7 49, അതായത് 500 വർഷങ്ങൾ വരുമ്പോ എത്ര 7 വർഷങ്ങൾ കൂടി വരുന്നുള്ളതാണ്. ഏതാണ്ട് 70 വർഷങ്ങൾ വരും. അപ്പൊ 70 വർഷം ഇവരെന്ത് ചെയ്തു? ദേശം ശാപതാചരിച്ചു. യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അത് കിടപ്പുണ്ട്. ആ 70 വർഷം ദേശം ശാപതാചരിച്ചപ്പോ ഇവര് ബാബിലോണിന്റെ അടിമത്വത്തിൽ ആയിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ ശാപത് ആചരിക്കാമെന്ന് ദൈവത്തോട് പറയുകയാണ്. പിന്നീട് 7-ാം ആണ്ടിനെ ആചരിക്കാമെന്ന് പറയുകയാണ്. പിന്നീട് 35-ാമത്തെ വാക്യം വായിച്ചേ. ആണ്ടുതോറും യഹോവയുടെ ആലയത്തിലേക്ക് ഞങ്ങളുടെ നിലത്തിലെ ആദ്യ വിളവും സകലവിധ വൃക്ഷങ്ങളുടെ ഫലങ്ങളിലും ആദ്യ ഫലങ്ങളും കൊണ്ടുചെല്ലേണ്ടതിനും ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പുത്രന്മാരിലും മൃഗങ്ങളിലുമുള്ള കടിഞ്ഞൂലുകളെയും ഞങ്ങളുടെ ആടുമാടുകളിലുള്ള കടിഞ്ഞൂലുകളെയും ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാരുടെ അടുക്കൽ ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കൊണ്ടുചെല്ലേണ്ടതിനും ഞങ്ങളുടെ തരിമാവിന്റെയും ഉദർച്ചാർപ്പണങ്ങളുടെയും സകലവിധ വൃക്ഷങ്ങളുടെ അനുഭവമായ വീഞ്ഞിന്റെയും എണ്ണയുടെയും ആദ്യഫലം ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിലെ അറകളിൽ പുരോഹിതന്മാരുടെ അടുക്കലും ഞങ്ങളുടെ കൃഷിയുടെ ദശാംശം ലേവ്യരുടെ അടുക്കലും കൊണ്ടുചെല്ലേണ്ടതും തന്നെ. ലേവ്യരല്ലോ കൃഷിയുടെ, അതായത് ഇവർക്ക് ലഭിക്കുന്ന എല്ലാ വരുമാനത്തിന്റെയും ദശാംശം കൊടുക്കാൻ തീരുമാനമെടുത്തു. ദശാംശം ദേവാലയത്തിലാണ് കൊണ്ടുപോയി കൊടുക്കുന്നത്. അത് കൊടുക്കാമെന്ന് ഉടമ്പടിയിൽ തീരുമാനം എടുത്തു. അതോടുകൂടെ ഈ ഉടമ്പടി ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഉടമ്പടിയിൽ ഒപ്പുവെച്ചവരാണ് പുരോഹിതന്മാരും ലേവ്യരും അൽമായക്കാരായ ആളുകളും ചേർന്ന് ഒപ്പുവെച്ച് ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. പിന്നീട് അതോടുകൂടെ ഈ അധ്യായം അവസാനിക്കുകയാണ്. 11-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. 11-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിക്കാമോ? ജനത്തിന്റെ പ്രഭുക്കന്മാർ യെരൂശലേമിൽ പാർത്തു. ശേഷം ജനം 10 പേരിൽ ഒരാളെ വിശുദ്ധ നഗരമായ യെരൂശലേമിൽ പാർക്കേണ്ടതിന് കൊണ്ടുവരുവാനും 9 പേരെ മറ്റു പട്ടണങ്ങളിൽ പാർപ്പിക്കുവാനും തക്കവണ്ണം ചീട്ടിട്ടു. എന്നാൽ മതി. ഈ അധ്യായത്തിൽ മുഴുവനും ഇസ്രായേൽ ജനം മടങ്ങി വന്ന ജനത്തെ യെരൂശലേമിലും അതുപോലെ തന്നെ ഇവരുടെ രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിലും പാർപ്പിക്കാനുള്ള ക്രമീകരണം ചെയ്യുന്നതിനെ പറ്റിയാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അതിന്റെ താഴത്തേക്ക് വായിച്ചാൽ ഓരോ ഗോത്രം ഗണമായിട്ട് ഓരോ ഭാഗത്ത് വരെ താമസിപ്പിക്കുന്നതിനെ പറ്റിയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് നമ്മൾ പ്രത്യേകിച്ച് വായിച്ച് അതിനെപ്പറ്റി ചിന്തിക്കേണ്ടതില്ല. നിങ്ങൾ വീട്ടിൽ വായിച്ചാൽ മതി. അതിന്റെ ഇങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. 3-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: യെരൂശലേമിൽ പാർത്ത സംസ്ഥാന തലവന്മാർ ഇവരാകുന്നു. യഹൂദ നഗരങ്ങളിലും ഇസ്രായേലിലും പുരോഹിതരും ലേവ്യരും ദേവാലയദാസന്മാരും ശലോമോന്റെ ദാസന്മാരുടെ മക്കളും ഓരോരുത്തൻ താന്താന്റെ പട്ടണങ്ങളിലും അവകാശങ്ങളിലും പാർത്തു. ഇങ്ങനെ ഓരോരുത്തർ എവിടെ പാർത്തു ഇനി അങ്ങോട്ട് താഴെ വായിക്കുമ്പോൾ അവരുടെ പേരുകളൊക്കെ നമുക്ക് വായിച്ച് കണ്ടെത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് മടങ്ങി വന്ന പ്രവാസ ജീവിതത്തിൽ നിന്ന് മടങ്ങി വന്ന ജനം അവരുടെ താമസ സ്ഥലങ്ങളെ അതിന്റെ ക്രമീകരണങ്ങളെ പറ്റിയാണ് 11-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അത് വീട്ടിലിരുന്ന് വായിച്ചാൽ മതി എന്ന് ഓർപ്പിക്കുകയാണ്. 12-ാം അധ്യായത്തിന്റെ ആരംഭം ഒന്ന് വായിക്കാമോ? ശെയൽതീയേലിന്റെ മകനായ സെരുബ്ബാബേലിനോടും യോശുവയോടും കൂടെ വന്ന പുരോഹിതന്മാരും ലേവ്യരും ആണിത്. മതി. അതായത് പിന്നീട് അതിന് അതേപോലെ തന്നെ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞതിന് ശേഷം ശെയൽതീയേലിന്റെ മകനായ സെരുബ്ബാബേലിനോടും യോശുവയോടും കൂടെ കടന്നു വന്ന, അത് ഞാൻ പറഞ്ഞോളാം, ഒന്ന് മ്യൂട്ട് ചെയ്തോ. യോശുവയോടും കൂടെ പുരോഹിതന്മാരും ലേവ്യരും കടന്നു വന്നിരുന്നു. അവരുടെ പേര് വിവരങ്ങളാണ് ഈ 1 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. ഇതിന് മുമ്പും എസ്രായുടെ പുസ്തകത്തിലും നമ്മൾ കണ്ടതാണ്. അതായത് സെരുബ്ബാബേൽ ആദ്യത്തെ പ്രവാസത്തിൽ നിന്ന് ആദ്യം മടങ്ങി വന്ന വ്യക്തികളാണ് സെരുബ്ബാബേലും യോശുവായും. അവരുടെ കൂടെ മടങ്ങി വന്നവരുടെ ഒരു ലിസ്റ്റ് എസ്രായുടെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചതാണ്. അതുതന്നെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് നമ്മൾ സ്കിപ്പ് ചെയ്യുകയാണ്. 27 മുതലുള്ള വാക്യങ്ങൾ. 27 ഒന്ന് വായിക്കാമോ? യെരൂശലേമിന്റെ മതിൽ പ്രതീക്ഷിച്ച സമയം അവർ സ്തോത്രങ്ങളോടും സംഗീതത്തോടും കൂടെ കൈത്താളങ്ങളും വീണകളും കിന്നരങ്ങളും കൊണ്ട് സന്തോഷപൂർവ്വം പ്രതിഷ്ഠ ആചരിപ്പാൻ ലേവ്യരെ അവരുടെ സർവ്വ വാസസ്ഥലങ്ങളിൽ നിന്നും യെരൂശലേമിലേക്ക് അന്വേഷിച്ചു വരുത്തി. അങ്ങനെ സംഗീതക്കാരുടെ വർഗം യെരൂശലേമിന്റെ ചുറ്റുമുള്ള പ്രദേശത്തു നിന്നും
നെതോഫ്യാത്യരുടെ ഗ്രാമങ്ങളിൽ നിന്നും ബേത്ത് ഗൽഗാലിൽ നിന്നും ഗേബയുടെയും അസ്മാവത്തിന്റെയും നാട്ടിൻപുറങ്ങളിൽ നിന്നും വന്നുകൂടി. സംഗീതക്കാർ മതി വെക്കുന്നത് മതി. അതായത് പിന്നീട് 27 മുതൽ പിന്നീട് ആ അധ്യായം 43 വരെയുള്ള വാക്യങ്ങൾ, 27 മുതൽ 43 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് പിന്നീട് കണ്ടെത്താൻ സാധിക്കുന്നത് ഈ നെഹമ്യാവിന്റെ കാലഘട്ടത്തിൽ പണിയപ്പെട്ട, നെഹമ്യാവിന്റെ നേതൃത്വത്തിൽ പണിയപ്പെട്ട യെരുശലേം നഗരത്തിന് ചുറ്റുമുള്ള പണി പൂർത്തിയാക്കപ്പെട്ട മതിലിന്റെ പ്രതിഷ്ഠാ കർമ്മമാണ് പിന്നീട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവര് വലിയ സ്തോത്രഗാനങ്ങൾ ആലപിച്ചും കൈത്താളങ്ങളോടും വാദ്യഘോഷങ്ങളോടും കൂടെ പ്രദക്ഷിണം നടത്തി ഇതിന് ചുറ്റും പ്രാർത്ഥനകൾ ചൊല്ലി ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതിനെ പറ്റിയാണ് ഈ ഭാഗത്ത് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. 31-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: സ്തോത്രഗാനം ചെയ്തുകൊണ്ടും പ്രദക്ഷിണം ചെയ്യേണ്ടതിന് 2 വലിയ കൂട്ടങ്ങളെ നിയമിച്ചു. അവയിൽ ഒന്ന് മതിലിന്മേൽ വലത്തുഭാഗത്തോടു കൂടി കുപ്പവാതിലിലേക്ക് പുറപ്പെട്ടു. അപ്പോ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് സ്തുതിഗീതങ്ങളൊക്കെ പാടി ഒരു ഗ്രൂപ്പിനെ വലത്തു ഭാഗത്തുകൂടെ വിട്ടു. മറ്റേ ഗ്രൂപ്പിനെ 38-ാമത്തെ വാക്യം സ്തോത്രഗാനക്കാരുടെ 2-ാം കൂട്ടം അവർക്ക് എതിരെ ചെന്നു. അവർ ഇടത് ഭാഗത്തുകൂടെ പോയി. അങ്ങനെ ഇവര് ഒരു തവണ വലം വെച്ച് ദൈവത്തെ ആരാധിച്ച് ഈ മതില് ദൈവസന്നിധിയിൽ പ്രതിഷ്ഠിക്കുകയാണ്. അതിന്റെ 43-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അവർ അന്ന് മഹായാഗങ്ങൾ അർപ്പിച്ച് സന്തോഷിച്ചു. അതായത് ഈ പ്രദക്ഷിണമെല്ലാം കഴിഞ്ഞ് ദേവാലയത്തിൽ കൂടി ഈ ജനം ബലിപീഠത്തിൽ ബലികൾ അർപ്പിച്ച് മഹായാഗങ്ങൾ അർപ്പിച്ച് സന്തോഷിച്ചു. അതിനുശേഷം എഴുതി വെച്ചിരിക്കുകയാണ്: ദൈവം അവർക്ക് മഹാസന്തോഷം നൽകിയിരുന്നു. പ്രിയപ്പെട്ടവരെ, എപ്പോഴാണ് ഈ ജനത്തിന് വീണ്ടും മഹാസന്തോഷം വന്നത്? എപ്പോഴാ? പ്രവാസത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഈ ജനം വന്ന് അവരാദ്യം ദേവാലയം പണിത്, പിന്നീട് ഈ ജെറുസലേം മതിൽ പണിത്, അങ്ങനെ ബാഹ്യമായ തകർച്ചകൾ പണിതു. പിന്നീട് ആന്തരികമായ തകർച്ചകൾ, ഇവര് പാപം അതെല്ലാം ഏറ്റുപറഞ്ഞ് തങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിച്ചു കഴിഞ്ഞപ്പോ, യോശുവയുടെ പുസ്തകത്തിൽ അങ്ങനെ ഒരു വചനമുണ്ട്: നിങ്ങളെ തന്നെ വിശുദ്ധീകരിപ്പീൻ, കർത്താവ് നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും. പ്രിയപ്പെട്ടവരെ, ഇവരങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ വചനം എഴുതി വെച്ചിരിക്കുകയാണ്: ദൈവം അവർക്ക് മഹാസന്തോഷം നൽകിയിരിക്കുന്നു. ആരാ കൊടുത്ത സന്തോഷം? ഇന്ന് നമുക്ക് സന്തോഷം ഇല്ലെങ്കിൽ, നമുക്കിന്ന് ജീവിതം ആനന്ദപൂർണമായിട്ട് അനുഭവവേദ്യമാകുന്നില്ലെങ്കിൽ, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ബാഹ്യവും ആന്തരികവുമായ ദൈവബന്ധത്തിൽ വന്ന തകർച്ചയാണ്. ആ തകർച്ച മാറ്റി അതിന് മാറ്റുവാനായിട്ട് നമ്മുടെ ജീവിതം വിട്ടുകൊടുത്താൽ ഉറപ്പായിട്ടും ഈ ജനം അനുഭവിച്ച അതേ സന്തോഷം അനുഭവിക്കാൻ നമുക്കും സാധിക്കും. അതുകൊണ്ടാണ് ഈ വചനം ഇങ്ങനെ പറയുന്നത്: അവർ അന്ന് മഹായാഗങ്ങൾ അർപ്പിച്ച് സന്തോഷിച്ചു, ദൈവം അവർക്ക് മഹാസന്തോഷം നൽകിയിരുന്നു. പിന്നീട് സ്ത്രീകളും പൈതങ്ങളും കൂടെ സന്തോഷിച്ചു. അതുകൊണ്ട് യെരുശലേമിലെ സന്തോഷഘോഷം ബഹുദൂരത്തോളം കേട്ടു. കണ്ടോ? ജീവിതത്തെ ക്രമീകരിച്ചു കഴിഞ്ഞപ്പോ യെരുശലേമിന്റെ സന്തോഷം ചുറ്റുമുള്ള വിജാതീയര് പോലും കേൾക്കാൻ തക്ക വിധം ദൈവം വലിയ സന്തോഷം ആ നാട്ടിൽ കൊടുത്തു. വീട്ടിൽ സന്തോഷമുണ്ടാകാൻ, കുടുംബത്തിൽ സന്തോഷമുണ്ടാകാൻ, വ്യക്തി ജീവിതത്തിൽ സന്തോഷമുണ്ടാകാൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഈ ഭാഗത്ത് വായിച്ച് കേട്ട് പഠിക്കുവാനായിട്ട് പരിശ്രമിച്ചത്. പിന്നീട് 44 മുതൽ അധ്യായത്തിന്റെ അവസാനം 47 വരെയുള്ള വാക്യങ്ങളിൽ ദേവാലയത്തിൽ ശുശ്രൂഷിക്കുന്ന പുരോഹിതന്മാർക്കും ലേവ്യർക്കും ആവശ്യമായ ദശാംശ പണം എത്തിച്ചു കൊടുക്കുന്നതിന്റെ ക്രമീകരണത്തിന് വേണ്ടി ചില പുരുഷന്മാരെ നിയമിക്കുന്നതും അവരത് ക്രമീകരിച്ചു കൊടുക്കുന്നതിനെ പറ്റിയാണ് ആ ഭാഗത്ത് നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നത്. ഇനി ഏറ്റവും അവസാനത്തെ അധ്യായം 13-ാമത്തെ അധ്യായം 13-ന്റെ 1 വായിക്കാമോ? അന്ന് ജനം കേൾക്കെ മോശയുടെ പുസ്തകം വായിച്ചതിൽ അമ്മോന്യരും മോവാബ്യരും ദൈവത്തിന്റെ സഭയിൽ ഒരു നാളും പ്രവേശിക്കരുത്. അവർ അപ്പവും വെള്ളവും. ഈ ജനം വേദപുസ്തകം വായിക്കുന്നത് നിർത്തിയോ? നിർത്തിയില്ല. അതായത്
അവർക്ക് മനസ്സിലായി ഇത് വായിച്ചു കൊണ്ടിരുന്നാൽ മാത്രമാണ് ജീവിതത്തിന്റെ തകർച്ചകൾ എന്താണെന്ന് മനസ്സിലാക്കാനും ആ തകർച്ചകളിൽ നിന്ന് രക്ഷപ്പെടാനും സാധിക്കുകയുള്ളൂ. ഇന്ന് പല വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും രക്ഷപ്പെടാൻ കഴിയാത്തതിന്റെ കാരണം അവരുടെ പാപം എന്താന്ന് പോലും അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വചനം വായിച്ച് വചനം കേട്ടാൽ മാത്രമേ ദൈവബന്ധത്തിൽ വന്ന വീഴ്ചകൾ എന്താണെന്ന്, ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ വരുന്ന പാപം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് വചനം വായിക്കേണ്ടതിന്റെ പ്രസക്തിയെ പറ്റി വേദപുസ്തകത്തിലും സഭാചരിത്രത്തിലും ഈ കാലഘട്ടത്തിലെ സഭാപിതാക്കന്മാരൊക്കെ പറയുന്നതിന്റെ കാര്യം ഇത് വായിച്ചാൽ മാത്രമേ ജീവിതത്തെ ശോധന ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ജനം വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ഇത് വായിക്കുകയാണ്. അപ്പൊ വായിച്ചപ്പോ അവരൊരു വാക്യം അവരെ സ്ട്രൈക്ക് ചെയ്യുകയാണ്. ആ വാക്യം ഇങ്ങനെയാണ്: അന്ന് ജനം കേൾക്കെ മോശയുടെ പുസ്തകം വായിച്ചതിൽ അമോന്യരും മോവാബിലും ദൈവത്തിന്റെ സഭയിൽ ഒരു നാളും പ്രവേശിക്കരുതെന്ന് പഴയ നിയമത്തിലെ ഒരു വചനമാണ്. എനിക്ക് തോന്നുന്നത് മോശയുടെ പഞ്ചഗ്രന്ഥിയിൽ ഏതോ ഒരു അധ്യായത്തിൽ ഉള്ളതാണ്. കാരണം ഇതിന്റെ കാരണം എന്താണെന്ന് അതിന്റെ തൊട്ടു താഴെ പറയുന്നുണ്ട്. അവർ അപ്പവും വെള്ളവും കൊണ്ട് ഇസ്രായേൽ മക്കളെ എതിരേറ്റ് വരാതെ അവരെ ശപിക്കേണ്ടതിന് അവർക്ക് വിരോധമായി ബിലെയാമിനെ കൂലിക്ക് വിളിച്ചു. എങ്കിലും നമ്മുടെ ദൈവം ആ ശാപത്തെ അനുഗ്രഹമാക്കി. മരുഭൂപ്രയാണത്തിന്റെ ഒരു ഘട്ടത്തിൽ ബാലാം എന്ന രാജാവ് ബിലെയാം എന്ന പ്രവാചകനെ വിളിച്ച് ഇസ്രായേൽ ജനത്തെ ശപിക്കാനായിട്ട് പറയുമ്പോ ബിലെയാമിന് ശപിക്കാനായിട്ട് പറ്റുന്നില്ല. നാവ് എടുത്ത് സംസാരിക്കുമ്പോ ഈ ജനത്തെ അനുഗ്രഹിക്കാൻ മാത്രമേ അദ്ദേഹത്തിന് കഴിയുന്നുള്ളൂ. പ്രിയപ്പെട്ടവരെ, അത് പഴയ നിയമത്തിൽ എഴുതിയ ഈ ഒരു പ്രവൃത്തി നടന്നതുകൊണ്ട് ദൈവം അവർക്കൊരു ഒരു മുന്നറിയിപ്പ് കൊടുത്തായിരുന്നു: അമൂര്യരും മോവാബ്യരും ദൈവത്തിന്റെ സഭയിൽ ഒരു നാളും പ്രവേശിക്കരുത്. അപ്പോ ഈ സമയത്ത് എന്തുണ്ടെന്ന് അറിയോ? ഇവരുടെ കൂടെ ആരുണ്ട്? അമോര്യരും ഉണ്ട്, അതുപോലെ തന്നെ മോവാബിരും. അതായത് ഇവരുടെയൊക്കെ മക്കളെ വിവാഹം ചെയ്ത് അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് കൊടുത്തൊക്കെ അങ്ങനെ ആളുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മൂന്നാമത്തെ വാക്യം: ആ ന്യായപ്രമാണം കേട്ടപ്പോൾ അവർ സമ്മിശ്ര ജാതികളെ ഒക്കെയും ഇസ്രായേലിൽ നിന്ന് വേർപിരിച്ചു. വചനം കേൾക്കുമ്പോഴാണ് തെറ്റ് തിരുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനുശേഷം നാലാമത്തെ വാക്യം വായിക്കാമോ? അതിനു മുമ്പേ തന്നെ നമ്മുടെ ദൈവത്തിന്റെ ആലയത്തിലെ അറകൾക്ക് മേൽവിചാരകനായി നിയമിക്കപ്പെട്ടിരുന്നു. എല്യാശീബ് പുരോഹിതൻ തോബിയാവിന്റെ ബന്ധുവായിരുന്നതിനാൽ അവന് ഒരു വലിയ അറ ഒരുക്കി കൊടുത്തിരുന്നു. മുമ്പേ അവിടെ 6ാമത്തെ വാക്യം കടന്ന് വായിച്ചേ. ഈ കാലത്തൊക്കെയും ഞാൻ യെരുശലേമിൽ ഉണ്ടായിരുന്നില്ല. ബാബേൽ രാജാവായ അർത്തക്ഷഷ്ടാവിന്റെ 32-ാം ആണ്ടിൽ ഞാൻ രാജാവിന്റെ അടുക്കൽ പോയിരുന്നു. കുറെ നാൾ കഴിഞ്ഞിട്ട് ഞാൻ രാജാവിനോട് അനുവാദം വാങ്ങി യെരുശലേമിലേക്ക് വന്നാറെ എല്യാശീബ് തോബിയാവിന് ദേവാലയത്തിന്റെ പ്രാകാരങ്ങളിൽ ഒരു അറ ഒരുക്കി കൊടുത്തതിനാൽ ചെയ്ത ദോഷം ഞാൻ അറിഞ്ഞു. അത് മതി. അതായത് ഈ 13-ാം അധ്യായത്തിൽ നെഹമ്യാവ് തന്നെ പറയുന്ന ഒരു കാര്യമാണ്: ഈ കാലത്തൊക്കെയും ഞാൻ യെരുശലേമിൽ ഉണ്ടായിരുന്നില്ല. അതായത് നമുക്കറിയാം, ഈ നെഹമ്യാവിന്റെ പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിൽ നെഹമ്യാവ് ഇസ്രായേലിന്റെ തകർച്ചകളെ കേട്ടപ്പോൾ അതിനെപ്പറ്റി കരഞ്ഞ് ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ച് 4 മാസം കഴിഞ്ഞ് അദ്ദേഹം ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന പാനപാത്രവാഹകനായിരുന്നു. അദ്ദേഹം ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന രാജാവിന്റെ അടുക്കൽ ചെന്ന്, അർത്തക്ഷഷ്ടാവ് രാജാവിന്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തോട് ഇവന്റെ മുഖഭാവം കണ്ടപ്പോൾ രാജാവ് ചോദിക്കുക, എന്താ നിന്റെ ദുഃഖം? അപ്പൊ രാജാവിനോട് പറയുകയാണ്, എന്റെ ജനം നശിച്ചു കിടക്കുന്നു, അല്ല എന്റെ പിതാക്കന്മാരുടെ കല്ലറകൾ തകർന്നു കിടക്കുകയാണ്, അതുകൊണ്ട് എന്നെ ആ നാട്ടിലേക്ക് അയക്കണം. അങ്ങനെ 12 വർഷ കാലഘട്ടത്തേക്ക് അവിടുത്തെ ഈ ജനത്തിന്റെ അല്ലെങ്കിൽ ഈ ദേശത്തിന്റെ ഗവർണർ ആക്കിയിട്ട് കൽപ്പന കൊടുത്തിട്ടാണ് ആര് പറഞ്ഞു വിടുന്നത്? ഈ അർത്തക്ഷഷ്ടാവ് രാജാവ് പറഞ്ഞു വിടുന്നത്. 12 വർഷം കഴിഞ്ഞപ്പോ ഇദ്ദേഹം നേരെ തിരിച്ച് രാജാവിന്റെ അടുക്കൽ പോയിരുന്നു. ആ കാലഘട്ടത്തിൽ ഇസ്രായേൽ ചില തിന്മകൾ വീണ്ടും വർദ്ധിക്കാനായിട്ട് തുടങ്ങി. അതിൽ ഒരു തിന്മയാണ് 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. അതിനു മുമ്പേ തന്നെ നമ്മുടെ ദൈവത്തിന്റെ ആലയത്തിലെ അറകൾക്ക് മേൽവിചാരകനായി നിയമിക്കപ്പെട്ടിരുന്ന ഏല്യാശീബ് പുരോഹിതൻ തോബിയാവിന്റെ ബന്ധുവായിരുന്നതിനാൽ അവന് ഒരു വലിയ അറ ഒരുക്കി കൊടുത്തിരുന്നു. ഈ തോബിയാവ് ആരാണെന്ന് പറയാമോ?
ഈ നെഹമ്യാവൊക്കെ പഠിച്ചതല്ലേ. ഈ തോബിയാവിനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? തോബിയാവ് 3-ാം അധ്യായം എടുക്കാം. 3 അത് 2-ാമത്തെ അധ്യായം. പണിന്റെ കളിയാക്കിയ വ്യക്തിയാണ്. അതാരാ പറഞ്ഞത്? എന്റെ ആൻഡിൽ നിന്നാണ്. ഞാൻ ബഹറിനെന്ന് വെച്ചാ. അനിൽ ഇബ്രഹാം. സന്തോഷമുണ്ട്, ഒരാളെങ്കിലും അത് ശ്രദ്ധിച്ചല്ലോ. അതായത് മതിൽ പണി ആരംഭിച്ചു എന്ന് കേട്ടപ്പോ എതിർക്കാൻ വന്ന വ്യക്തിയിൽ 2-ാമത്തെ പ്രമുഖനായ വ്യക്തിയാണ് ആര്? തോബിയാവ്. ഈ തോബിയാവ് ഈ നെഹമ്യാവ് ഇവിടുന്ന് അർത്ഥശഷ്ടാവ് രാജാവിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകുന്നതിന് മുൻപ് ഈ ദേവാലയത്തിന്റെ അറകൾക്ക് മേൽവിചാരകനായി നിയമിച്ചത് ഏലിയാശീബ് എന്ന ഒരു പുരോഹിതനെയാണ് ഇത് കാക്കാനും അതിന്റെ ക്രമീകരണങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചിരുന്നത്. പക്ഷെ ഏലിയാശീബ് പുരോഹിതന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ബന്ധുവായിരുന്നു ആര്? ഈ മതിൽ പണിക്ക് തടസ്സം നിന്ന തോബിയാവ്. ഇവനെ നെഹമ്യാവുള്ള സമയത്ത് ഇതിന്റെ പടിക്കൽ പോലും കയറ്റില്ലായിരുന്നു. വിജാതീയനാണ്. അത് മാത്രമല്ല, വിജാതീയരെ ഇവര് പ്രവേശിപ്പിക്കുകയില്ല, പ്രത്യേകിച്ച് ദേവാലയത്തിന്റെ ഉള്ളറകളിലേക്ക് പ്രവേശിക്കുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏലിയാശീബ് എന്താ ചെയ്തേ? ഒരു നല്ല റൂം ആർക്ക് ഒരുക്കി കൊടുത്തു? ഈ തോബിയാവിന് ഒരുക്കി കൊടുത്തു. അപ്പൊ അതിനുശേഷം ഇദ്ദേഹം നെഹമ്യാവ് വീണ്ടും രാജാവിനോട് അനുവാദം ചോദിച്ച് താൻ ക്രമീകരിച്ച് താൻ നന്നാക്കിയ ദേശത്തേക്ക് ഒന്നുകൂടെ മടങ്ങി വന്ന് ജനം എങ്ങനെയായിരിക്കുന്നു എന്ന് കാണാനായിട്ട് മടങ്ങി വന്നപ്പോ ആദ്യം കണ്ട കാര്യമാണ് ഇതാ മതിൽ പടിക്ക് തടസ്സം നിന്ന തോബിയാവ് പള്ളിക്കകത്ത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അതിനകത്ത് പിന്നീട് 8-ാമത്തെ വാക്യം എടുത്ത് വായിച്ച്. 8-ാമത്തെ വാക്യം. അത് എനിക്ക് അത്യന്തം വ്യസനമായതുകൊണ്ട് ഞാൻ തോബിയാവിന്റെ വീട്ടു സാമാനമൊക്കെയും അറയിൽ നിന്ന് പുറത്ത് എറിഞ്ഞു കളഞ്ഞു. ഇങ്ങനെ ഒരു സാഹചര്യം പുതിയ നിയമത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കർത്താവ് ദേവാലയത്തിൽ കയറി വിൽക്കുന്നവരെയൊക്കെ എടുത്തു കളഞ്ഞു. ദേവാലയം ശുദ്ധീകരിച്ച യേശുവിനെ പോലെ നെഹമ്യാവിത വിജാതീയനായ തോബിയാവിന്റെ സകല സാധനങ്ങൾ എടുത്ത് പുറത്തേക്ക് എറിഞ്ഞു കളയുകയാണ്. അപ്പോ ദേവാലയത്തെ പറ്റിയുള്ള എരിവ് യേശുവിൽ ഉണ്ടായിരുന്ന അതേ എരിവ് ആരിലുണ്ട്? നെഹമ്യാവിലും ഉണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യേശുവിനോട് ചേർത്ത് വെക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ആര്? നെഹമ്യാവ്. അതിനുശേഷം പിന്നീടുണ്ടാകുന്ന പ്രശ്നമാണ് 10-ാമത്തെ വാക്യം. 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ലേവ്യർക്ക് ഉപജീവനം കൊടുക്കായിയാൽ വേല ചെയ്യുന്ന ലേവ്യരും സംഗീതക്കാരും ഓരോരുത്തൻ താന്താന്റെ നിലത്തിലേക്ക് പോയി കളഞ്ഞുവെന്ന് ഞാൻ അറിഞ്ഞു. മതി. ദേവാലയത്തിൽ ശുശ്രൂഷിക്കുന്നവരാണ് ലേവ്യർ. അപ്പോ പഴയ നിയമത്തിൽ പ്രത്യേകിച്ച് യോശുവയുടെ പുസ്തകം എടുത്ത് വായിച്ചാൽ മതി. ഇസ്രായേൽ ജനം അവർക്ക് നൽകപ്പെട്ടിരുന്ന ദേശത്തെത്തിയപ്പോ എല്ലാ ഗോത്രങ്ങൾക്കും അവകാശം കൊടുത്തു. ലേവ്യർക്ക് കൊടുത്തോ? കൊടുത്തില്ല. ലേവ്യർക്ക് കൊടുത്തില്ല. ലേവ്യരോട് പറഞ്ഞു, എല്ലാ ബാക്കിയുള്ള 11 ഗോത്രക്കാരും കൊണ്ടുവന്ന് തരുന്ന ദശാംശം കൊണ്ട് നിങ്ങൾ ഉപജീവിക്കണം, ഇല്ലേ? എന്നാൽ നെഹമ്യാവ് പോയതിനു ശേഷം, ഇതിനു മുമ്പ് 12-ാം അധ്യായത്തിന്റെ 44 മുതലുള്ള വാക്യങ്ങളിൽ നെഹമ്യാവ് ഈ ക്രമീകരണം എല്ലാം ചെയ്തിട്ടാ പോകുന്നത്. ഈ ഇവർക്ക് ആവശ്യമുള്ള ഭക്ഷണ കാര്യങ്ങൾക്കും അതുപോലെ സാമ്പത്തിക കാര്യങ്ങൾക്കൊക്കെ ആവശ്യമുള്ളതെല്ലാം കൊടുക്കാനുള്ള ക്രമീകരണം ചെയ്തിട്ടാ പോയത്. പക്ഷേ ജനം കുറെ കാലം കഴിഞ്ഞപ്പോ എന്തായി? അവര് സ്വാർത്ഥരായി തീർന്നു. അവര് ലേവ്യർക്ക് ഉപജീവനം കൊടുക്കാതായി തീർന്നു. അവസാനം എന്തായി? അവര് വയലുകളിൽ പണിക്കിറങ്ങിയിട്ട് ഉപജീവനം കഴിക്കേണ്ട അവസ്ഥ വന്നു. അപ്പൊ ദേവാലയത്തിലെ ക്രമീകരണങ്ങൾക്ക് കോട്ടം തട്ടുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പൊ അദ്ദേഹം ഇങ്ങനെയാണ് ദേവാലയത്തെ ഉപേക്ഷിച്ച് കളഞ്ഞത് എന്ത് എന്ന് ചോദിച്ച് അവരെ കൂട്ടി വരുത്തി അവരുടെ സ്ഥാനത്ത് നിർത്തി അവർക്ക് പഴയതുപോലെ ക്രമീകരണങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് തുടങ്ങി. പിന്നീട് 15-ാമത്തെ വാക്യം വായിച്ചേ. ആ കാലത്തെ യഹൂദിയയിൽ ചിലർ ശബത്തിൽ മുന്തിരിച്ചക്ക് ചവിട്ടുന്നതും
കറ്റ കൊണ്ടുവരുന്നതും കഴുതപ്പുറത്ത് ചുമട് കയറ്റുന്നതും ശബ്ബത്തിൽ വീഞ്ഞ്, മുന്തിരിപ്പഴം, അത്തിപ്പഴം മുതലായവ ചുമടെല്ലാം യെരൂശലേമിലേക്ക് ചുമന്നുകൊണ്ട് വരുന്നതും കണ്ടു. അവർ ഭക്ഷണസാധനം വിൽക്കുന്ന ദിവസത്തിൽ ഞാൻ അവരെ പ്രബോധിപ്പിച്ചു. മതി കണ്ടോ? സോര്യരും ഈ ആ, ആദ്യം ഈ പരിപാടികളെല്ലാം നിർത്തിയ ജനമാണ്. പിന്നീട് എന്ത് ചെയ്യാണ്? പിന്നീടും അവരിതാ ശാബത ലംഘനം, പിന്നീട് ഇവര് എല്ലാം എഴുതി ഒപ്പിട്ട് കൊടുത്ത തലമുറകളുടെ മക്കളാണ് പിന്നീട്. അപ്പൊ ആ തലമുറയുണ്ട്, അവരുടെ മക്കളും ഉണ്ട്. പിന്നെ എന്ത് ചെയ്യുകയാണ്? ഇവര് പിന്നീടും ശാബത് ലംഘിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം അതിനെ പ്രബോധിപ്പിക്കുകയാണ് അവരെ. അതെങ്ങനെയാണ് പ്രബോധിപ്പിക്കുന്നത്? നിങ്ങൾ ശബ്ബത്ത് നാൾ അശുദ്ധമാക്കി ഇങ്ങനെ ദോഷം ചെയ്യുന്നത് എന്ത്? 18-ാമത്തെ വാക്യം, നിങ്ങളുടെ പിതാക്കന്മാർ ഇങ്ങനെ ചെയ്തതിനാൽ അല്ലോ നമ്മുടെ ദൈവം നമ്മുടെ മേലും ഈ നഗരത്തിന്റെ മേലും ഈ അനർത്ഥമൊക്കെയും വരുത്തിയത്. ഈ അനർത്ഥമൊക്കെ വന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ശാബത് ലംഘിച്ചതായിരുന്നു. അതുകൊണ്ട് ഇനി അത് ആവർത്തിക്കരുതെന്ന് അദ്ദേഹം പറയുകയാണ്. 19-ാമത്തെ വാക്യം, പിന്നെ ശബ്ബത്തിന് മുമ്പേ യെരൂശലേം നഗരവാതിലുകൾ ഇരുട്ടായി തുടങ്ങുമ്പോഴേക്കും വാതിലുകൾ അടപ്പാനും ശബ്ബത്ത് കഴിയുന്നവരെ അവ തുറക്കാതിരിക്കാനും ഞാൻ കൽപ്പിച്ചു. അങ്ങനെ ഒരു ക്രമീകരണം കൂടെ അദ്ദേഹം ചെയ്യുകയാണ്. പിന്നീട് 23-ാമത്തെ വാക്യം വായിച്ച്. ആ കാലത്ത് ഞാൻ അസ്തോദ്യരും അമോന്യരും മോവാബ്യരുമായ സ്ത്രീകളെ വിവാഹം കഴിച്ച യഹൂദന്മാരെ കണ്ടു. അവരുടെ മക്കൾ ഇതിന്റെ ആദ്യത്തെ വാക്യം എന്തായിരുന്നു നമ്മൾ വായിച്ചു കേട്ടെ? അന്ന് ജനം കേൾക്കെ മോശയുടെ പുസ്തകം വായിച്ചതിൽ അമോര്യരും മോവാബ്യരും ദൈവത്തിന്റെ സഭയിൽ ഒരു നാളും പ്രവേശിക്കരുത് എന്ന് പറഞ്ഞ് ഒരു വചനം വായിച്ചു കേട്ടപ്പോൾ അവരിതെല്ലാം ഉപേക്ഷിച്ചതാണ്. പക്ഷെ 23-ാമത്തെ വാക്യം എത്തിയപ്പോ എന്താ സംഭവിച്ചേ? ആ കാലത്ത് ഞാൻ അസ്തോദ്യരും അമ്മോന്യരും മോവാബ്യരുമായ സ്ത്രീകളെ വിവാഹം കഴിച്ച യഹൂദന്മാരെ കണ്ടു. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ തന്നെ സംഭവിക്കാറുണ്ട്. ആവർത്തിച്ച് അനുദപിച്ച പാപങ്ങളിലേക്ക് വീണ്ടും വീണ്ടും വീണു പോകുന്ന ഒരു പ്രകൃതം. പ്രിയപ്പെട്ടവരെ, അത് നല്ലതല്ലെന്ന് ഈ വചനഭാഗം പഠിപ്പിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം 25-ാമത്തെ വാക്യം, അവരെ ഞാൻ ശാസിച്ച് ശപിച്ച് അവരിൽ ചിലരെ അടിച്ച് അവരുടെ തലമുടി പറിച്ച് നിങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കരുത്, അവരുടെ പുത്രിമാരെ നിങ്ങൾക്ക് പുത്രന്മാരായി എടുക്കുകയോ ചെയ്യരുതെന്ന് ആജ്ഞാപിച്ചവരെ കൊണ്ട് ദൈവനാമത്തിൽ സത്യം ചെയ്യിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യത്തിൽ ഈ നെഹമ്യാവ് ഇത്ര ശക്തമായിട്ട് നിൽക്കുന്നതെന്ന് പറയാമോ? ഈ അന്യജാതികളായിരിക്കുന്ന അവരുമായിട്ട് മിശ്ര വിവാഹത്തിന് ഈ നെഹമ്യാവ് ഇത്ര ശക്തമായി നിൽക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? ദേവന്മാരെ കൊണ്ടെന്ന് ഇവരെ കൊണ്ട് ചെയ്തു. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഒരു പ്രബലനായ രാജാവ്, ദൈവം ജ്ഞാനം കൊണ്ടും സമ്പത്ത് കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിറച്ചൊരു രാജാവുണ്ട്. ആരാന്നറിയാമോ? ശലോമോന്റെ ആദ്യകാലങ്ങൾ അനുഗ്രഹത്തിന്റെ കാലങ്ങളായിരുന്നെങ്കിൽ അവസാന കാലങ്ങൾ എന്തായിരുന്നു അറിയാമോ? ദൈവകോപം സമ്പാദിക്കുന്ന കാലഘട്ടമായി മാറ്റപ്പെട്ടു. കാരണം അദ്ദേഹം ദൈവത്തിന്റെ വാക്കുകൾ മറന്ന് അന്യജാതിക്കാരായ, പ്രത്യേകിച്ച് ഫറവോയുടെയൊക്കെ മകളെ വിവാഹം കഴിച്ച് അന്യജാതിക്കാരായ ഭാര്യമാര് പറഞ്ഞതിന് പ്രകാരം നോക്കണം, ദൈവത്തെ കണ്ട, ദൈവത്തെ കേട്ട, ദൈവാനുഗ്രഹങ്ങൾ പ്രാപിച്ച ഈ മനുഷ്യൻ അവസാനം വിഗ്രഹങ്ങൾക്ക് ധൂപമർപ്പിക്കുന്ന ഒരു ചിത്രം നമുക്ക് രാജാക്കന്മാരുടെ പുസ്തകത്തിലും ഒക്കെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഈ നെഹമ്യാവ് ഇത്ര ശക്തമായി ഇതിനെ എതിർക്കുന്നത്. കാരണം ജ്ഞാനം കൊണ്ടും അറിവ് കൊണ്ടും സമ്പത്ത് കൊണ്ടൊക്കെ നിറഞ്ഞ ശലോമോൻ തകർന്നു പോയതിന്റെ കാര്യം വിജാതീയരിലേക്ക് തിരിഞ്ഞു പോയത് കൊണ്ടാണ്. ഇന്ന് നമ്മുടെയൊക്കെ സമൂഹത്തിൽ ഇത് ശക്തമായിട്ട് വർദ്ധിച്ചു വരികയാണ്. നമ്മുടെ മക്കളെ ഈ ദൈവത്തെ കൊടുക്കാതെ വളർത്തി വിട്ടത് കൊണ്ട് ഇന്ന് ഇതൊക്കെ ആവാം എന്നുള്ളൊരു ചിന്ത നമുക്കും നമ്മുടെ മക്കൾക്കും കൂടുതലായിട്ടുണ്ടായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നത് ചോദിച്ചാൽ, ഇന്ന് പള്ളിയിലും കല്യാണം കൊണ്ട് നടത്തും, അപ്പുറത്ത് അമ്പലത്തിലും കൊണ്ടുപോയി ഉച്ച കഴിഞ്ഞ് കല്യാണം കൊണ്ടുപോയി നടത്തും. അങ്ങനെയുള്ള ഒരു മ്ലേച്ഛതയുടെ കാലഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ക്രൈസ്തവ സമൂഹം. കാരണം എന്താ? നെഹമ്യാവിനെ പോലെ തീക്ഷ്ണതയുള്ള അപ്പനോ അമ്മയോ കുടുംബത്തിൽ ഇല്ലാത്തതിന്റെ പ്രശ്നമാണ്.
അതുകൊണ്ട് ഇങ്ങനെ ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ ആരും ദുഃഖിക്കരുത്. നിങ്ങളെ പ്രയാസപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. വേദപുസ്തകം ഇതിന് ശക്തമായി എതിര് നിൽക്കുന്നുണ്ട്. മറ്റുള്ളവരെ ഒരു വിജാതീയനായ അല്ലെങ്കിൽ മറ്റൊരു മതസ്ഥനെ വെറുക്കണമെന്നല്ല, മറിച്ച് ആ വ്യക്തിയെ സ്നേഹിക്കേണ്ട എന്നല്ല, മറിച്ച് അവരുടെ ആചാരങ്ങൾ ഫോളോ ചെയ്ത് സത്യദൈവത്തെ, നിത്യനായ ദൈവത്തെ, രക്ഷ തന്നവനെ ഉപേക്ഷിക്കരുതെന്ന് മാത്രമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അവരെ സഹായിക്കരുതെന്നോ അവരെ ബഹുമാനിക്കരുതെന്നോ അവരെ ആദരിക്കരുതെന്നോ ദൈവം പറയുന്നില്ല. അതെല്ലാം ചെയ്യണം. പക്ഷെ നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്ന് വചനത്തിൽ ശക്തമായി യേശു പ്രഖ്യാപിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇവരിതാ വീണ്ടും ആ തിന്മയിലേക്ക് പോവുകയാണ്. അങ്ങനെ ഈ ഭാഗം അവസാനിക്കുകയാണ്. ദൈവത്തിന്റെ അളവറ്റ കരുണയാൽ നെഹമ്യാവിന്റെ പുസ്തകവും പഠിക്കുവാനായിട്ടുള്ളൊരു പരിശ്രമം നടത്തുകയുണ്ടായി. നിങ്ങൾക്ക് അല്പമൊക്കെ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. തുടർന്നുള്ള നാളുകളിലും നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോഴാണ് വചനത്തിന്റെ ആഴങ്ങൾ വെളിപ്പെടുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടോ? ഈ രീതിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ? അതോ ഇങ്ങനെ തന്നെ ഫോളോ ചെയ്താൽ മതിയോ? ആർക്കും ഒരു അഭിപ്രായമില്ലേ? ഇങ്ങനെ തന്നെ മതിയാച്ചാ, മനസ്സിലാവുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട്. മറ്റാരെങ്കിലും? അച്ഛൻ ഉചിതമെന്ന് തോന്നുന്ന വിധത്തിൽ തന്നെ മുന്നോട്ട് പോകുക. ഓക്കെ, ഇത് തന്നെ മതി അച്ഛാ, കുഴപ്പമൊന്നുമില്ല, നന്നായി മനസ്സിലാകുന്നുണ്ടൊക്കെ. ആയിക്കോട്ടെ. ഇത് തന്നെ മതി. മറ്റേ സംഖ്യാപുസ്തകത്തിലാണ് പറഞ്ഞിരിക്കുന്നത് മോവാബിയോ. ആന്റി പറഞ്ഞേ. സംഖ്യാപുസ്തകത്തിലെ പറഞ്ഞിരിക്കുന്ന ബിലയാമിനെ ഭവിക്കാൻ പറഞ്ഞതും ഒക്കെ ഉള്ളത്. ഓക്കെ, താങ്ക് യു. മറ്റൊന്നുമില്ലല്ലോ. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിന് പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ്. നാളത്തെ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങി നേരത്തെ തന്നെ ദേവാലയത്തിൽ എത്തിച്ചേരുവാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണമേ. പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമീൻ. കാരുണ്യവാനായ ദൈവമേ, നെഹമ്യാവിന്റെ പുസ്തകത്തിലൂടെ ദൈവമേ, ഒരു ജനം എങ്ങനെ അങ്ങയിലേക്ക് അടുത്തു വരണമെന്നും അവരുടെ തകർച്ചകൾ അവര് എങ്ങനെ മനസ്സിലാക്കി അങ്ങയിലേക്ക് എങ്ങനെ തങ്ങളുടെ ബാഹ്യവും ആന്തരികവുമായി ജീവിതം ക്രമീകരിക്കണമെന്ന് ദൈവമേ കാണിച്ചു തന്നതിന് അങ്ങേക്ക് നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. ദൈവമേ, ജനം അങ്ങയിൽ നകന്നു പോയതിന്റെ എല്ലാ തകർച്ചകളും അവർ അടിമത്തത്തിന്റെ കാലഘട്ടത്തിൽ അനുഭവിച്ചു. എന്നാൽ പിന്നീട് എസ്രായിലൂടെ വചനം കേൾക്കാനായിട്ട് ആരംഭിച്ചപ്പോൾ അവരുടെ തകർച്ചകൾക്ക് കാരണമെന്തെന്ന് വചനത്തിലൂടെ ഗ്രഹിക്കാൻ പറ്റുകയും അതിനുശേഷം അവര് അനുതാപവാക്യങ്ങളോടും കണ്ണുനീരോടും ഉപവാസത്തോടും കൂടെ അവരുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞപേക്ഷിച്ച് അങ്ങയിലേക്ക് മടങ്ങി വന്നപ്പോൾ അവിടുന്ന് വീണ്ടും അവരെ സ്വീകരിച്ച് മുടിയനായ പുത്രനെ ആലിംഗനം ചെയ്തവനെ, ചുംബനം കൊടുത്ത് പുതിയ വസ്ത്രങ്ങൾ ധരിപ്പിച്ചവനെ വീട്ടിൽ ചേർത്തതുപോലെ ദൈവമേ, ഈ ജനത്തെ അവിടുന്ന് ചേർക്കുന്നത് കാണുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചല്ലോ. അതുപോലെ ദൈവമേ, സുവിശേഷത്തിൽ യേശു തന്നെ പഠിപ്പിക്കുന്നുണ്ട്, സ്വർഗം സന്തോഷിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഒരു പാപി മാനസാന്തരപ്പെടുമ്പോഴാണ്. സ്വർഗത്തിൽ ദൂതന്മാർക്കിടയിൽ സ്വർഗത്തിൽ ദൈവത്തിന് സന്തോഷമുണ്ടാകുന്നതെന്ന് അവിടുന്ന് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ദൈവമേ, ഒട്ടനവധി പാപങ്ങളും പിഴകളും ഒത്തിരി കുറവുകളുമുള്ള ജീവിതങ്ങളാണ് ദൈവമേ. അതെല്ലാം മനസ്സിലാക്കി ഏറ്റുപറഞ്ഞ് പാപമോചനം പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെടാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം കർത്താവിന്റെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ലെന്നാൽ നിങ്ങളുടെ അകൃത്യങ്ങൾ അത്ര നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. ദൈവമേ, നിങ്ങളുടെ അകൃത്യങ്ങളെ ഏറ്റുപറഞ്ഞ് അങ്ങയുടെ സ്നേഹത്തിലേക്ക് മടങ്ങി വന്ന് അനുഗ്രഹം പ്രാപിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും അവിടുന്ന് അനുഗ്രഹിച്ച് ആത്മനിറവിൽ നയിച്ച് പരിപാലിക്കണമേ. ആയത് പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമമഹത്വത്തിനായിട്ട് തന്നെ. ആമേൻ.